ഓരോ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലല്ല നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാരുള്ളത്. നിങ്ങൾക്കറിയാം, ഓടിക്കയറിയിരുന്ന സ്റ്റേജുകളിലേക്ക് ഓരോരുത്തരാൽ ആനയിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ അഭിനന്ദനായ നേതാക്കൾ സ്റ്റേജിൽ, വേദിയിൽ, സീറ്റിലിരുത്തപ്പെടുന്നത്. ഈ വിധം പരിക്ഷീണരായ, പ്രയാസമുള്ള, പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ അഭിനന്ദനായ നേതാക്കൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. പ്രയാസങ്ങളിലോ വേദനകളിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലോ പെടുത്താതെ ജീവിതാന്ത്യം വരെ അള്ളാഹു നിശ്ചയിച്ച ആയുസ്സറുതി വരെ ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഭിനന്ദനായ നേതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കീഴിൽ സത്യത്തിന് വേണ്ടി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അഭിനന്ദനായ നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും എല്ലാ പരിപാടികളിലും സംബന്ധിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ വിധത്തിൽ ഈയുള്ളവൻ പങ്കെടുത്ത പരിപാടികളിലെല്ലാം വഴിവിട്ടുപോകാതിരിക്കാൻ, പ്രസംഗകരുടെ വാക്കുകൾ കൂടിപ്പോകാതിരിക്കാൻ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലല്ലാതെ മറ്റെന്തെങ്കിലും പ്രവേശിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഈ ക്യാമ്പയിൻ നിയന്ത്രിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ക്യാമ്പയിന്റെ പരിസമാപ്തി ഈ വിഷയത്തെ ഉത്തരവാദപ്പെട്ട ആളുകളും ജനങ്ങളും നിഷ്പക്ഷമതികളും മഹല്ലു സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ശാന്തിയും സമാധാനവും മഹല്ലുകളുടെ പൊതു സംവിധാനവും ഇതിങ്ങനെ തന്നെ അഭംഗുരം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹങ്ങളും ഈ വിഷയം അതിന്റെ ശരിവശത്തോടുകൂടെ ശ്രദ്ധിക്കാൻ, എന്തുകൊണ്ടാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു വിഷയം മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന തലക്കെട്ട് നൽകി ഒരു ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഒരൽപ്പം വിശദീകരിക്കുകയാണ് ഉദ്യോഗയുടെ ഉദ്ദേശം. പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ നാടിൽ കേരളത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതര നാടുകളിൽ നിന്ന് ഭിന്നമായി അനേകം സവിശേഷതകൾ, അനേകം നല്ല നല്ല നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ പൊതു മഹല്ല് സംവിധാനം. ഈ മഹല്ല് സംവിധാനം പ്രദേശത്തെ മുസ്ലിമീങ്ങളെ ജുമുഅക്ക് വേണ്ടി ഒത്തുകൂടുന്ന ജുമുഅത്ത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതു സംവിധാനമാണ്. ജുമുഅത്ത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പൊതു സംവിധാനം ഇങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവീകന്മാരായ മഹത്തുക്കൾ അവരുടെ സ്വത്തിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ട സ്വത്തുക്കൾ പള്ളിയുണ്ടാക്കുന്നതിനായും പള്ളിക്ക് ചുറ്റും മുസ്ലിമീങ്ങളെ ഖബറടക്കുന്നതിനായും മറ്റും ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ ധാരാളം സ്ഥലങ്ങൾ വഖഫ് ചെയ്യുകയും മുസ്ലിം ഉമ്മത്തിൽ അന്ന് നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളായിട്ടുള്ള ഈ മഹല്ലും പള്ളിയും കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മത നേതൃത്വത്തിന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം നിലനിൽക്കണമെന്ന നിലക്കാണ് പൂർവികരായ നമ്മുടെ ആളുകൾ ഇതിനുവേണ്ടി സ്ഥലങ്ങൾ വഖഫ് ചെയ്തത്, പള്ളികൾ നിർമ്മിച്ചു നൽകിയത്, അതിന് കീഴിൽ മദ്രസകൾ സ്ഥാപിച്ചത്. ഈ പൊതു സംവിധാനത്തിലെ പൊതു കേന്ദ്രങ്ങളെല്ലാം നമ്മുടെ മുസ്ലിമീങ്ങൾ ആ നിലക്ക് സ്ഥാപിച്ചതാണ്. ഇങ്ങനെയുള്ള പൊതു സംവിധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറയിൽ ഇതൊരു പൊതു സംവിധാനമായി തോന്നുകയില്ല. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിനെ ഈ ലോകത്ത് നടപ്പാക്കിയതും ഇസ്ലാമിനെ ഈ ലോകത്ത് പ്രബോധനം ചെയ്തതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണത്തിന്റെയും ഉപദേശത്തിന്റെയും ഒരു സമാജത്തിന്റെയും പൊതു ഉമ്മത്ത് എന്ന ഒരു സമാജത്തിന്റെയും ലെവലിലായിരുന്നു. ആ ലെവലിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖിലാഫത്ത് എന്ന പ്രസ്ഥാനം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ മുതൽ ഉണ്ടാവുകയും അലി റളിയല്ലാഹു അൻഹുവിലും അവരുടെ പ്രിയപുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലുമായി സമാപിക്കുകയും ചെയ്യുന്ന വിധം റാഷിദത്തായ സുവർണ ഖിലാഫത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഖിലാഫത്ത് എനിക്ക് ശേഷം 30 കൊല്ലം ഉണ്ടാകും
അതിനുശേഷം രാജഭരണമായിരിക്കും ഉണ്ടാവുകയെന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമായി 30 വർഷക്കാലം നബിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഖിലാഫത്ത് ഈ ലോകത്ത് നടന്നു. അന്നത്തെ ഖലീഫ, ആ ഖലീഫയ്ക്ക് കീഴിലാണ് ലോകത്ത് ഇസ്ലാമിന് കീഴിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രദേശങ്ങളും രാജ്യങ്ങളും ആ രാജ്യത്തെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പ്രവർത്തിക്കുന്നത്. ആ ഖലീഫയുടെ ആജ്ഞാനുവർത്തികളായും ആ ഖലീഫയുടെ തീരുമാനങ്ങൾ ശിരസാവഹിച്ചുകൊണ്ടുമാണ് ലോകത്തെല്ലാ ഇസ്ലാം വന്നെത്തിയ നാടുകളിലെ മുസ്ലിമീങ്ങളും ജീവിക്കുന്നത്. റോമും പേർഷ്യയും സാമ്രാജ്യത്വത്തിന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങൾ സകലവും ഇസ്ലാമിന് അധീനപ്പെടുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാം വ്യാപിക്കുകയും ഇനി ഇസ്ലാമിന് ശിർക്കിനോടും കുഫറിനോടും യുദ്ധം ചെയ്യാനില്ല എന്ന ഒരവസ്ഥ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംജാതമാവുകയും ചെയ്തു. കാരണം ഒരു വലിയ ഭരണകൂടം, അനിസ്ലാമികമായ ഒരു ഭരണകൂടം, ഇസ്ലാമിക ദഅവത്ത് എത്താത്ത ഒരു ഭരണകൂടം എന്നത് തന്നെ ലോകത്തെങ്ങുമില്ലാത്ത വിധം ഇസ്ലാമിന് അധീനപ്പെട്ട് ഇസ്ലാമിക ശബ്ദവും ദഅവത്തും എല്ലായിടത്തും എത്തിയ ഒരവസരത്തിൽ ശിർക്കിനും കുഫറിനുമെതിരെ ആവശ്യമായ ധാർമ്മിക സമരമോ കർക്കശമായ രീതിയിൽ ഇസ്ലാമിനു വേണ്ടി നടത്തുന്ന പ്രബോധന പ്രവർത്തനം എന്ന ദഅവത്ത് തഹ്രീയായ ജിഹാദോ അമുസ്ലിമീങ്ങളുമായി നടത്തേണ്ടതില്ലാത്ത ഒരവസ്ഥ വരെ ഇസ്ലാമിനുണ്ടായിത്തീർന്നു. ഇതുകൊണ്ടാണ് ഒരു പക്ഷേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ കുഴപ്പവും അവർക്കിടയിൽ തന്നെ പ്രശ്നവും ന്യായമായ വിഷയങ്ങളെ ചൊല്ലിയുള്ള സംഘടനവും പോരാട്ടവും അവർക്കിടയിൽ നടന്നത്. നാം ആ വിഷയം സംസാരിക്കുമ്പോ 4 ഖലീഫമാരുടെ ആ ഖിലാഫത്തില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനിന്റെ നിയമങ്ങളും നിയമവശങ്ങളും വരെ നമുക്ക് ലോകത്തിന് ലഭ്യമാകാതെ പോകുമായിരുന്നു. ആ ഖിലാഫത്തിന്റെ തണലിലും അതിന്റെ ശക്തിയിലും അതിന്റെ നടത്തിപ്പിലുമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളായി സമൂഹത്തിൽ നടക്കേണ്ടതും രാജ്യത്ത് നടമാടപ്പെടേണ്ടതുമായ ശരിയായ എല്ലാ നിയമങ്ങളും ഖിലാഫത്തിന്റെ ബലത്തിലാണ് ഖിലാഫത്ത് റാഷിദയുടെ കാലത്ത് സംവിധാനിക്കപ്പെട്ടതും സ്ഥാപിക്കപ്പെട്ടതും ശരിക്കും നടത്തപ്പെട്ടതും. ഈ മഹത്തായ ഖിലാഫത്തിന്റെ പാരമ്പര്യമാണ് ഇസ്ലാമിക സംവിധാനത്തിന്റെ മഹിതമായ ഏറ്റവും വലിയ മാതൃക. ഒരു ഖലീഫയ്ക്ക് കീഴിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരു ഉമ്മത്തായി വർത്തിക്കുകയെന്നത്. പക്ഷേ ഇത് ഖിലാഫത്തിന്റെ സുവർണകാലം കഴിഞ്ഞ് ഉമവി അബ്ബാസി ഖിലാഫത്തിന്റെ കാലവും ഏതാണ്ട് അതിന്റെ സുവർണ ദശകളും കഴിഞ്ഞ് അതിന്റെ അവസാനത്തിലെത്തിയപ്പോഴേക്ക് തന്നെ ഈ ഏകമായ മുസ്ലിം ലോകത്താസകലം വ്യാപിച്ചു കിടക്കുന്ന ഖിലാഫത്തും ഭരണ സമ്പ്രദായവും ഇല്ലാതായിട്ടുണ്ട്. എന്ന് അന്തിരോഷ്യയിൽ മാത്രം, സ്പെയിനിൽ മാത്രം 6 പേർ ഞാനാണ് ഖലീഫ, ഞാനാണ് ഖലീഫ എന്ന് ഒറ്റക്ക് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 6 പേർ അന്തിരോഷ്യയിൽ മാത്രം, സ്പെയിനിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷത്തെ അധികരിച്ചുകൊണ്ട് ഒരു മുസ്ലിം കവി പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ഖിലാഫത്തിന്റെ കാര്യത്തിൽ ഛിന്ന ഭിന്നമായി ചേരിതിരിഞ്ഞു. കബീല, ഇപ്പോൾ ഓരോ ഗോത്രവും അമീറുൽ മുഅ്മിനീൻ വ മിമ്പറു, ഒരു അമീറുൽ മുഅ്മിനീനും ആ അമീറുൽ മുഅ്മിനീനിക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന തരത്തിൽ ഓരോ മിമ്പറും ഓരോരുത്തർക്കും വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയിലെത്തി ഖിലാഫത്ത് ശിഥിലമായിക്കൊണ്ട് എന്ന് മഹത്തുക്കളായ ആളുകൾ ഇസ്ലാമിക ഖിലാഫത്തിന്റെ സുവർണദശ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രയാസകരമായ ശിഥിലമായ സംഭവത്തെപ്പറ്റി, ഘട്ടത്തെപ്പറ്റി വിവരിച്ച ആ മട്ടിൽ അങ്ങനെ ഖിലാഫത്ത് അസ്തമിക്കുകയാണ് ഉണ്ടായത്. നാമമാത്രം ഒരു ഖിലാഫത്ത് ഉണ്ടായിരുന്നു, ഉസ്മാനി ഖിലാഫത്ത്. അതിന്റെ പേരിലും അതില്ലാതായപ്പോഴുമാണ്, 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളെ തുടർന്ന് അതില്ലാതായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായതൊക്കെ. ആ പ്രസ്ഥാനത്തിന്റെ അക്കാലം മുതൽക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് പ്രാദേശികമായി മഹല്ലടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തിനും ഒരു ഖാദിയും ആ ഖാദിക്ക് നേതൃത്വത്തിൽ മഹല്ലിനെ നിയന്ത്രിക്കുന്ന കാരണവന്മാരോ ഭാരവാഹികളോ മുത്തവല്ലിമാരോ എന്ന സംവിധാനവും പ്രകാരം ഓരോ മഹല്ലുകളും സുന്ദരമായി നടന്നു വരുന്ന ഒരു ലെവലുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണല്ലോ. മസ്അലാപരമായ അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കിടയിലും സ്വാഭാവികമാണല്ലോ. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരെ അംഗീകരിക്കുന്ന വിവിധ കൂട്ടക്കാർ മുസ്ലിം സമുദായത്തിലുണ്ടാകലും സാധാരണമാണല്ലോ.
ഈ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സമന്വയ രീതിയിൽ കൊണ്ടുപോകാൻ പ്രദേശത്തെ ഭരണാധികാരികളും പ്രദേശത്തെ ഭരിക്കുന്ന ഖാദിയും അവർക്ക് ഉപദേശം നൽകുന്ന ഖാദിയും ഉണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സർക്കാർ തന്നെ അംഗീകരിക്കുന്ന വലിയ ഖാദിമാരുണ്ടായിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് വലിയ ഖാദി അരനൂറ്റാണ്ടുകാലം എന്റെയൊക്കെ തലമുറക്കാർക്ക് പരിചയമുള്ള ഒരു ഖാദിയായിരുന്നു മർഹൂം സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ എംപിച്ചിക്കോയ തങ്ങൾ അവർകൾ. ഈ കോഴിക്കോട് താലൂക്കിന്റെ തന്നെ ഖാദിയായി സർക്കാരിനാൽ ഔദ്യോഗികമായി നിയമിക്കപ്പെട്ടവരും അംഗീകരിക്കപ്പെട്ടവരുമായിരുന്നു അവർ. ആ വിധത്തിൽ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളെ അധികരിച്ചുകൊണ്ട് ഒരുപാട് മുസ്ലിം മഹല്ലുകളെ ഏകീകരിക്കുന്ന ഖാദി സംവിധാനമുണ്ടായിരുന്നു. ഈ ഖാദിമാരുടെ കീഴിലാണ് സമൂഹവും അവരുടെ മഹല്ലും നിലനിന്നുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ തന്നെ തുടർന്നിരുന്നു. അതിനിടയിലാണ് മുസ്ലിം സമൂഹത്തിനിടയിലേക്ക്, സമുദായത്തിനിടയിലേക്ക്, മഹല്ലുകൾക്കിടയിലേക്ക് കേരളീയ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്തുക എന്ന പേരിൽ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘം കടന്നു വന്നത്. നമുക്കറിയാം, വഹാബി പ്രസ്ഥാനത്തിന്റെ ബീജാവാപം ഈ ഐക്യസംഘത്തിലൂടെയായിരുന്നു ഉണ്ടായത്. ഈ ഐക്യസംഘത്തിന്റെ വരവോടെയാണ് ഓരോ പ്രദേശത്ത് ചില്ലറ ആളുകൾ ചിന്താധാരയിൽ വിശ്വസിച്ചു വരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ ആശയധാരക്കപ്പുറമായി ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളും ഒറ്റപ്പെട്ട ചില ചിന്തകളും നടന്നുവരുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായ ചില പുതിയ ആചാരങ്ങളുടെയും ഒക്കെ ശബ്ദം നമ്മുടെ മഹല്ലുകളിൽ അങ്ങിങ്ങായി കേൾക്കപ്പെട്ടത്. പക്ഷെ ആ കേൾക്കപ്പെട്ട ശബ്ദം ഏറ്റെടുക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. അപൂർവരായി എവിടെയെങ്കിലുമുള്ള കേരളീയാടിസ്ഥാനത്തിൽ, സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സംഘങ്ങൾ പറയുന്നുവെന്നല്ലാതെ അവർക്ക് നാടുനാടാന്തം അനുയായികളുണ്ടായിരുന്നില്ല. ഈ ഒരവസ്ഥയിലാണ് നീങ്ങിയിരുന്നത്. പിന്നീട് അതെല്ലാം നീങ്ങി ഈ വിഭാഗത്തിന് തന്നെ വലിയ സ്വാധീനമുണ്ടായി. മിക്കവാറും മഹല്ലുകളിലൊക്കെ ഒരു സമാജമായി നിൽക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ അവർ വളർന്നു. ആശയപരമായി പുതിയ പുതിയ സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ എന്തൊക്കെ ഭിന്നിപ്പുകൾ എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ സന്ദർഭങ്ങൾ മുതലെടുത്തുകൊണ്ട് ഈ വിഭാഗം അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പല പ്രദേശങ്ങളിലും ഒറ്റക്കൊരു പള്ളിയും ആ പള്ളി കേന്ദ്രീകരിച്ചൊരു മഹല്ലും ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ വരുമ്പോഴും അവരിലെ സാധാരണക്കാർ മാസമുറപ്പിക്കുക, നിക്കാഹുമായി ബന്ധപ്പെടുക, അത്തരം വിഷയങ്ങളിലൊക്കെയും ഖാദിമാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ കോഴിക്കോടിനെ സംബന്ധിച്ചു തന്നെ അറിയാം, കോഴിക്കോട് ഖാദിമാരുടെ നേതൃത്വത്തിലായിരുന്നു മാസമുറപ്പിക്കലും അതുപോലെ ഈ നാട്ടുകാരുടെ പൊതുവായ വിവാഹങ്ങളുമൊക്കെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ വിഭാഗക്കാരും നടത്തുന്ന നിക്കാഹുകളും ഖാദിമാരുടെ നേതൃത്വത്തിലും ഖാദിമാരുടെ റിക്കാർഡിലും രജിസ്റ്ററിലുമായിരുന്നു രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. അവിധമുള്ള ഖാദിമാരുടെ നേതൃത്വമാണ്, അവർക്ക് കീഴിലുള്ള മഹല്ലുകളുടെ നേതൃത്വമാണ് നമ്മുടെ സമുദായത്തിന്റെ സാമാജിക ബോധം, സാമൂഹിക ബോധം, ഐക്യം നിലനിർത്തിയത്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുണ്ടെങ്കിലും ഈ ഐക്യത്തിനുള്ളിൽ വെച്ച് അത് രമ്യമായി പരിഹരിക്കപ്പെടുമായിരുന്നു. ഇതിനിടയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ സംഘം, കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ വികൃതമായ പ്രവർത്തനത്തിനിടയിൽ ശക്തമായി അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്തുന്നതിനു വേണ്ടി, അതിന്റെ പരമ്പരാഗതമായ ആശയാദർശങ്ങളെയും ആചാരങ്ങളെയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി സംഘടിതമായി തന്നെ പണ്ഡിതന്മാർ ഒന്നിക്കലും ഒരു സംഘടനാ പ്രവർത്തനം തന്നെ സംഘടിതമായി നടത്തലും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘമുണ്ടായത്. ഞാനതിന്റെ ആദ്യകാല ചരിത്രങ്ങളിലേക്ക് പോവുകയല്ല. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു 4 പതിറ്റാണ്ടിലേറെ കാലം അതിസുന്ദരമായി കേരളത്തിൽ പ്രവർത്തിച്ചു. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ടും എല്ലാം സമന്വയ രൂപത്തിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും സമൂഹത്തെ നയിക്കുക എന്നതാണ് ആദ്യം മുതലേ ഈ സംഘത്തിന്റെ നയം. ഇതുകൊണ്ടുതന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനിടയുള്ള കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലോ ആചാരാനുഷ്ഠാനപരമായ വിധികളിലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനവും കൈക്കൊള്ളുമായിരുന്നില്ല. വളരെ ശ്രദ്ധിച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നീങ്ങിയിരുന്നത്. ഏതെങ്കിലും ഒരു മഹല്ലുകാർക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയോ ഇസ്ലാമിന്റെ വിധിയോ അറിയണമെങ്കിൽ ആ മഹല്ലുകാർ ചോദിക്കുന്നത് ഏതു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണോ, അവരേതൊരു മഹല്ലുകാർ ഏതൊരു മദ്ഹബിൽ വിശ്വസിക്കുന്നവരാണോ
അവർക്ക് വേണ്ട വിധത്തിൽ മറുപടി നൽകാൻ ആ മദ്ഹബ് അറിയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ഒരു പൊതു മറുപടി പ്രത്യേകം തയ്യാറാക്കിയിട്ട് ഈ മറുപടി ആ നാട്ടുകാർക്ക് കൊടുക്കണമെന്നോ തീരുമാനിക്കുന്ന വഴക്കമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 4 പതിറ്റാണ്ടുകാലവും തുടർന്നു വന്നത്. നിങ്ങൾക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപകരായ നേതാവ് മൗലാന മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നത് കേരളത്തിലെ ഒരു വിഭാഗം പണ്ഡിത സമൂഹത്തിന്റെ ആദരണീയരായ അവസാന വാക്കായ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തോടും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരോടുള്ള സമരത്തോടും ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് ആ നിലക്കു തന്നെ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ വലിയ സ്വാധീനമുണ്ട്. ഇനി മസ്അലകളുടെ വിഷയങ്ങളിലാവട്ടെ, ജുമുഅയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാവട്ടെ, അദ്ദേഹത്തിന് പ്രത്യേകം ദിശാനുകളും വീക്ഷണങ്ങളും ആ കാര്യത്തിലൊക്കെയുണ്ട്. അങ്ങനെയുള്ള മഹാനരുടെ നേരെ എതിർദിശയിലായിരുന്നു പല മസ്അലകളിലും പല വിഷയങ്ങളിലും അന്നത്തെ കേരളീയ ഉലമാക്കളുടെ ഏറ്റവും ആദരണീയ ഗുരുവായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി അവർകളുണ്ടായിരുന്നത്. ഖുതുബി അവർകളും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും തമ്മിൽ അനേകം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഉലമാക്കളിൽ മിക്ക പേരും ഒന്നുകിൽ പാങ്ങിൽക്കാരന്റെ ആളുകൾ അല്ലെങ്കിൽ ശംസുൽ ഉലമ ഖുതുബി അവർകളുടെ ആളുകൾ എന്ന രീതിയിൽ പോലും വ്യവച്ഛേദിക്കപ്പെട്ടിരുന്നു. ആ അർത്ഥത്തിൽ വരെ ഉലമാക്കൾക്കിടയിൽ രണ്ടു പക്ഷം എന്ന നിലപാടിലുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ശംസുൽ ഉലമ ഖുതുബി അവർകളും. എന്നിട്ടും ആ മഹാനർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടനയുണ്ടാക്കുമ്പോൾ അതിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടിയും അതിൽ ആളുകളെ കിട്ടുന്നതിനു വേണ്ടിയും ഓടിക്കിതച്ചെത്തിയത് വാഴക്കാട് ദാറുൽ ഉലൂമിലായിരുന്നു. വാഴക്കാട് ദാറുൽ ഉലൂമിലെ സ്വദർ മുദിച്ചാണ് ശംസുൽ ഉലമ ഖുതുബി അവർകൾ. ആ ഖുതുബി അവർകളുടെ സമീപത്തേക്കും ദർസിലേക്കുമാണ് ഓടിയെത്തുന്നത്. എന്തിന്? അവിടെ നിന്ന് വലിയ പ്രായാധിക്യമുള്ള വലിയ നേതാവാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലോ മുസ്ലിം ഐക്യസംഘം എന്ന പേരിലോ KM മൗലവി അടക്കമുള്ള ആളുകളാൽ സ്ഥാപിതമായ ഒന്നാണ്. തന്റെ ഗുരുവായ മൗലാന കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാൻ, ആ മഹാന്റെ മക്കളായ MCC സഹോദരന്മാരെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന MCC സഹോദരന്മാർ, MCC അബ്ദുറഹ്മാൻ മൗലവി, MCC അഹമ്മദ് മൗലവി, MCC ഹസൻ മൗലവി തുടങ്ങിയിട്ടുള്ള MCC സഹോദരന്മാരുടെയും അവരുടെ അടിയങ്കാക്കയായ KM മൗലവിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വഹാബി പ്രസ്ഥാനമുള്ളത്. അവരൊക്കെയാകട്ടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി അവരുടെ ശിഷ്യ പരമ്പരയിൽ വരുന്നവരും ശിഷ്യ സമാനമുള്ള പ്രായക്കാരുമാണ്. അസംഘത്തിനെതിരിലുള്ള ഒരു സംഘത്തിന്റെ നായകത്വം പണ്ഡിത വൃദ്ധരായ ശംസുൽ ഉലമ ഖുതുബി അവർകളെ ഒരിക്കലും ആ വിധത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്ന് കണ്ടുകൊണ്ട് മഹാരുടെ ശിഷ്യന്മാരുടെ സാന്നിധ്യവും അവരുടെ പങ്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ടാകണമെന്ന് ശഠിച്ചുകൊണ്ടും നിർബന്ധമായി ആശിച്ചുകൊണ്ടുമാണ് മഹാനവർകൾ ദാറുൽ ഉലൂമിലേക്ക് വന്നെത്തിയത്. അന്ന് ദാറുൽ ഉലൂമില് മുതിർന്ന വിദ്യാർത്ഥികളായ മുതഅല്ലിമീങ്ങളായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുന അവർകൾ, അതുപോലെ തന്നെ അവരുടെ സഹപാഠികളായ മൗലാനൽ മർഹൂം ഫറൂഖ് സ്വദേശി മൗലാനൽ മർഹൂം AK കുഞ്ഞിറക്കുട്ടി മുസ്ലിയാർ അവർകൾ, അവരുടെ സഹപാഠിയായ റഈസ് മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകൾ, ഈ 3 പേരെയും അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകാംഗങ്ങളാക്കി ചേർക്കുകയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ. ബഹുമാനപ്പെട്ട ഖുതുബി അവർകൾ അതിന് സമ്മതം നൽകുകയുമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ആ 3 പേരിൽ അന്ന് ഏറ്റവും പ്രായം ഇളയ ആളാണ്. 19 വയസ്സ് മാത്രമേ ബഹുമാനപ്പെട്ട ശൈഖുനക്കുള്ളൂ. എന്നിട്ടും മഹാനരുടെ കാലടിപ്പാട് ഭൂമിയിൽ പൂർണ്ണമായി പതിഞ്ഞു നിൽക്കുന്ന കാലടിപ്പാടാണെന്നതിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയും സമസ്തയ്ക്ക് കിട്ടണം എന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശംസുൽ ഉലമ ഖുതുബി അവർകൾ സമസ്തയ്ക്ക് വേണ്ടി നൽകുകയാണ് ഈ 3 പണ്ഡിത നേതാക്കളെ. ആ പണ്ഡിത നേതാക്കളാണ് 40 വർഷക്കാലം സമസ്തയുടെ സ്ഥാപകാംഗങ്ങളായി നിലയുറപ്പിച്ചുകൊണ്ട് 967 സമസ്തയിലെ ആദ്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സമസ്തയിലുള്ള സ്ഥാപക നേതാക്കളായി ശേഷിച്ചിരിക്കുന്ന 3 പേർ. ആ 3 പേരിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകൾ അന്ന് സമസ്തയുടെ വേദികളിൽ കൂടുതൽ പങ്കെടുക്കുന്നയാളല്ല, മുശാവറ യോഗങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുന്നയാളല്ല.
മുശാവറയുടെ യോഗങ്ങളിൽ പങ്കെടുത്തവരും അധ്യക്ഷം വഹിച്ചവരും മറ്റുമായ വിവരങ്ങൾ ഇവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വായിച്ചാൽ അത് പൂർണ്ണമായും ആർക്കും ബോധ്യപ്പെടും. കാരണം പ്രായാധിക്യം കൊണ്ടായാലും പ്രത്യേക സ്വഭാവ രീതി കൊണ്ടായാലും മഹാനവറുകൾ ഇത്തരം പൊതുവേദികളിൽ വരൽ സാധാരണമല്ല. പണ്ഡിതന്മാർ അങ്ങനെ കൊണ്ടുവരാറുമില്ല. ആ നിലയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകളെ മാറ്റി നിർത്തിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപകാംഗങ്ങളിൽ സജീവരായിക്കൊണ്ട് ഈ ജംഇയ്യത്തിന് വേണ്ടി അവശ്യം പല സേവനങ്ങൾ ചെയ്തിട്ടുള്ള മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുന അവർകളും അവരുടെ സഹപാഠിയായ മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർകളും. നിങ്ങൾക്ക് വായിക്കാം കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർകളെ. ഇത് മദ്രസാ വിദ്യാഭ്യാസ ചട്ടങ്ങൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകം നോക്കിയാൽ കാണാം ബഹുമാനപ്പെട്ടവർ അന്ന് 1960 ആദ്യമായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഒരു ഹിസ്ബിന്റെ ട്രെയിനിങ്, ഹിസ്ബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകർക്ക് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ആദ്യമായി ഒരു സംരംഭം തുടങ്ങിയത്. മഹാനരായിരുന്നു കേരളത്തിലെ മുഅല്ലിമീങ്ങൾക്ക് ഖുർആനിന്റെ ഹിസ്ബും തജ്വീദും പഠിപ്പിക്കുന്നതിനുള്ള പ്രഥമ ഗുരു. അവരുടെ ശിഷ്യനാണ് പിന്നീട് സമസ്തയുടെ കാര്യമായി വന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മൗലവി എന്ന മഹാനവറുകൾ, KV അബ്ദുറഹ്മാൻ മൗലവി എന്നവർ. അവരുടെ ശിഷ്യന്മാരാണ് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുടെ അനുജ സഹോദരൻ തുടങ്ങിയുള്ളവർ. ഇന്ന് സമസ്തയുടെ കാര്യങ്ങളായിട്ടുള്ളവരെല്ലാം നേരിട്ടോ അല്ലാതെയോ ഗുരുവര്യനാണ് ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർകൾ. അവരിവിടെ മുദാക്കരപ്പള്ളിയിലായിരുന്നു ദർസ്. തലശ്ശേരിയിലെ പുടത്തിൽ പള്ളി കഴിഞ്ഞ ശേഷം, വെട്ടാമ്പുറം പള്ളി കഴിഞ്ഞ ശേഷം ഇവിടെ മുദാക്കരപ്പള്ളിയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ. മുദാക്കരപ്പള്ളിയിലാണ് സമസ്തയുടെ അനേകം മുശാവറ യോഗങ്ങൾ ചേർന്നതെന്ന് സമസ്തയുടെ ചരിത്രം പറയുന്ന ആളുകൾക്കും റിക്കാർഡ് പരിശോധിക്കുന്ന ആളുകൾക്കും അറിയാം. അങ്ങനെ സകല മുശാവറകളിലും പങ്കെടുത്തുകൊണ്ടും മുശാവറാങ്കശമായ ശേഷം അതിന്റെ മുമ്പ് സ്ഥാപകാംഗമായി അംഗത്വമുള്ള ബോഡികളിലും ഫോറങ്ങളിലുമെല്ലാം സജീവമായി പങ്കെടുത്തുന്ന ഈ രണ്ട് മഹത്തുക്കൾ 8/4/67 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 42 വർഷത്തെ ചരിത്രത്തിൽ കർമ്മപരമായ ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ഉടലെടുക്കുകയും ഒരു മഹല്ലുകാരിൽ നിന്ന് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ എന്ന പേരിൽ ചേർന്ന അന്നത്തെ 40 അംഗ മുശാവറയിലെ 13 ആളുകൾ മാത്രം പങ്കെടുത്തിട്ടുള്ള മുശാവറയിൽ 3 അംഗങ്ങളുടെ എതിർപ്പ് വകവെക്കാതെ 10 ആളുടെ അഭിപ്രായം ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു തീരുമാനമായി കൊണ്ട് ബാങ്ക്, ഖുതുബ, നിസ്കാരം പോലുള്ള ഇബാദത്തുകളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്ന് സമസ്ത തീരുമാനിച്ചത്. അനുവദനീയമാണ് എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പോലുമല്ല. അതിനു മുൻപ് അത്തരം വല്ല സംഭവങ്ങൾ ഉണ്ടായാൽ ഇത് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചത് കാണാം. വളഞ്ഞു തിരിയുന്നതിന് അങ്ങനെ പറയുന്നത് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന്. ബാങ്ക് പലിശയെ പറ്റി വന്ന ചോദ്യത്തിന് അത് പൊതുവെ പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. സ്ത്രീധനത്തെക്കുറിച്ച് വന്ന ചോദ്യത്തിന്, ഓർക്കാട്ടേരിക്കാരുടെ ചോദ്യത്തിന് അത് ശറഇൽ നിഷിദ്ധമല്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചതായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തെ മറുപടി കൊടുക്കാൻ ഏൽപ്പിച്ചതായോ ഒരു മുഫ്തിയെ മറുപടി കൊടുക്കാൻ നിയമിച്ചതായോ സമസ്തയുടെ തീരുമാനങ്ങളിൽ, മുശാവറയുടെ തീരുമാനങ്ങളിൽ കാണുമെന്നല്ലാതെ ഒരു വിഷയം ജായിസാണ്, ജായിസല്ല എന്നിങ്ങനെയുള്ള മസ്അലപരമായ വിഷയങ്ങളിൽ ഒരു തീരുമാനം സമസ്തയുടെ പേരിൽ എടുക്കുക എന്നത് 42 വർഷത്തെ ഈ 8/4/67 എന്ന തീരുമാനം വരെയുള്ള വിഷയങ്ങളിൽ ആദ്യ സംഭവമാണ്. മസ്അലാപരമായ വിഷയത്തിൽ ഒരു മറുപടി കൊടുക്കൂല എന്നല്ല നമ്മൾ പറയുന്നതും എഴുതുന്നതും. മസ്അലാപരമായ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചുവെന്നോ മറുപടി കൊടുക്കാൻ ഒരു മുഫ്തിയെ ഏൽപ്പിച്ചുവെന്നോ തീരുമാനിക്കുന്ന ശൈലി വിട്ട് മസ്അലാപരമായ വിഷയത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് ഹറാമാണ് എന്നിങ്ങനെ പാസാക്കുന്ന, വിധി പാസാക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയമല്ല. കാരണം ജായിസാണ്, ജായിസല്ല എന്ന വിഷയത്തിൽ 4 മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണില്ലേ? മിക്ക മസ്അലയിലും 4 മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണും. ഈ മദ്ഹബുകൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഇത് മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ബാധ്യത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ 4 മദ്ഹബുകളെയും 2 വിശ്വാസ സരണിയും ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏക പണ്ഡിത സംഘടന എന്ന നിലക്ക് സമസ്തക്കുണ്ട്.
അത് തിരിച്ചറിഞ്ഞും അത് മനസ്സിലാക്കിയും കൊണ്ടു തന്നെയാണ് അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കൾ 42 വർഷക്കാലവും പ്രവർത്തിച്ചത്. ഈ സ്പീക്കർ വിഷയിച്ച തീരുമാനത്തിൽ മാത്രമാണ് ഇതിന്റെ ലംഘനമുണ്ടായത്. അത് ജനറൽ ബോഡിയിൽ ചോദ്യം ചെയ്തു. അന്നത്തെ ജനറൽ ബോഡിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളവരും പങ്കെടുത്തിട്ടുള്ളവരും ശൈഖുനാ അവറുകളിൽ ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ജനറൽ ബോഡി മെമ്പർമാരും ഇവിടെയുണ്ട്. വേണ്ട, അത് പാസാക്കിയിട്ടുള്ള ആ മുശാവറയടക്കം ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അവിഭക്ത മുശാവറയിൽ അംഗങ്ങളായിട്ടുള്ള ഒരാളും ഇന്ന് മറുപക്ഷത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. കേരളത്തിൽ ഒരേ ഒരു പണ്ഡിതൻ മാത്രമേ അവിഭക്ത സമസ്തയിൽ 8467 സ്പീക്കർ തീരുമാനമെടുക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറാംഗങ്ങളിൽ ജീവിച്ചിരിപ്പുള്ളൂ. അത് നമ്മുടെ ഇന്നത്തെ യോഗത്തിലെ ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ബഹുവന്ദനായ മൗലാന NK അവറുകളാണ്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പൊ അവിഭക്ത സമസ്തയുടെ ഏക മുശാവറ അംഗം ബഹുമാനപ്പെട്ട NK അവറുകൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റാണ് ഇന്ന്. അങ്ങനെ ചിന്തിച്ചാൽ അറിയാം, ബഹുമാനപ്പെട്ട ഉലമാക്കളിൽ മറുപക്ഷത്ത് ആരുമില്ലാതെ അവിഭക്ത സമസ്തയിലെ അംഗങ്ങൾ പോലും ഉള്ള ഒരു സംഘമാണ് ഈ സംഘം. 8467 തീരുമാനത്തെ തുടർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തുടർച്ചയായിക്കൊണ്ടു തന്നെ, എന്നാൽ അതേ പേരിൽ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും, നാട്ടിൽ പ്രയാസങ്ങളുണ്ടാകും, സംഘടനാപരമായി പല ആലോചനകളും സൃഷ്ടിക്കും എന്ന് കണ്ടുകൊണ്ട് വേറെ ഒരു സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കാതെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ മഹത്തായ ആ സംഘടന രൂപീകരിക്കാൻ അന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുടെ ആരിഫീങ്ങളുടെയും ഒക്കെ സമ്മർദ്ദപ്രകാരമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകൾ രംഗത്ത് വന്നത്. നിങ്ങൾ ആലോചിക്കണം, 8467 ഏപ്രിൽ മാസം 8-ാം തീയതിയിലെ തീരുമാനം കഴിഞ്ഞ ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് പിരിഞ്ഞ അന്നത്തെ 6 മുശാവറാംഗങ്ങൾ അന്ന് ഇതിനോട് വിയോജിപ്പുള്ളവർ പ്രത്യക്ഷത്തിൽ തന്നെയുണ്ട്. ഈ മുശാവറാംഗങ്ങളായി പങ്കെടുക്കാത്ത നിറമരുന്നൂർ വീരാൻകുട്ടി മുസ്ലിയാരെ പോലുള്ള മഹാത്മാക്കൾ ലൗഡ് സ്പീക്കറിലൂടെയുള്ള ഖുതുബകളിലും മറ്റും പങ്കെടുക്കാൻ പറ്റില്ലെന്നും അത് അനുവദനീയമല്ലെന്നും സാധുവല്ലെന്നും പറയുന്ന മുഫ്തിമാർ കേരളത്തിൽ ധാരാളമുണ്ട്. അവരൊക്കെ ഉണ്ടായിരിക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരായി മറ്റൊരു സംഘടന പഴയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി പഴയ സമസ്തയുടെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെ ആരംഭിക്കുമ്പോൾ ആ സംഘത്തിന് പേര് മാറ്റാതിരിക്കുന്നത് ശരിയല്ല എന്ന ഔചിത്യ ബോധം പുലർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമായും മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാർ സമസ്തയിൽ നിന്ന് പിരിഞ്ഞവർ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുന്നത്. അന്നത്തെ ഉലമാക്കൾ ദിക്റിനും പലതരത്തിലുള്ള ഇജാദത്തുകൾക്കും ദുആഇ ലഭിക്കാനും ബർക്കത്തിനുമെല്ലാം സമീപിച്ചിരുന്ന ഒരു മഹാനാണ് ലാക്കിറായിരുന്ന ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അവറുകൾ. അല്ലാഹു മഹാനരുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരു ലോകവും നന്നാക്കുമാറാവട്ടെ. ആ കക്കിടം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ കാസർഗോഡ് ആദൂരിലെ യഹ്യ തങ്ങൾ അഹ്ദലി എന്ന ഒരു മഹാനായ സയ്യിദുണ്ട്. ആ തങ്ങളവർകളെ പോലുള്ള മഹാരഥന്മാരായ സൂഫിയന്മാരായ ഉലമാക്കന്മാർ അടങ്ങിയിരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകളോട് പണ്ഡിത ദൗത്യം നിർവഹിക്കാൻ ഒറ്റക്കൊരാലിം എന്ന നിലയ്ക്ക് ഇന്നു സാധ്യമല്ല. ഉലമാക്കളുടെ ഒരു സംഘം മറുപക്ഷത്ത് പ്രവർത്തിക്കുമ്പോ അപ്പുറത്ത് വഹാബികളുടെ സംഘവും ഉലമാ സംഘമായി പ്രവർത്തിക്കുമ്പോ ഒരു ഉലമാക്കളുടെ സംഘം തന്നെ വേണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ട് അവരോട് പ്രത്യേകം അയച്ചിരുന്ന ആളുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാമന്തളി ഈ പ്രഖ്യാപനം നടത്തിയ, നമ്മുടെ ഈ ഔദ്യോഗികമായി സുവർണ ജൂബിലിയുടെ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ ഈ സംഘത്തിന്റെ അഭിവന്യരായ 3 ദശകത്തിൽ പരം കാലം മഹാനായ ശൈഖുനാ താജുൽ ഉലമയ്ക്ക് ശേഷം ഈ സംഘത്തിന്റെ സാരഥ്യത്തിൽ മുഖ്യ കാർമ്മികത്വത്തിൽ മുഖ്യ കാര്യദർശിയായി ജനറൽ സെക്രട്ടറിയായി ഈ സംഘത്തെ നയിച്ച മൗലാന രാമന്തളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളവർകൾ മഹാനവർകളെയും അവരുടെ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളവർകളെ പോലുള്ള ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അവരോട് വളരെ അടുത്ത ആളുകളുടെ അടുത്തു തന്നെയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞയച്ചിരുന്നത്. അടങ്ങിയിരിക്കാൻ പാടില്ല, ഒരു സംഘടന വേണമെന്ന്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഈ ഔചിത്യബോധം സംഘടനയുടെ പേര് നൽകി പ്രവർത്തിക്കുന്നതിൽ അടക്കം പുലർത്തിയ ശൈഖുനാ സംഘടനയുടെ പ്രവർത്തനത്തിലും ഇത് പുലർത്തി. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സമസ്ത തെറ്റുമ്പോൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സമസ്ത അതിരുകൾ ലംഘിക്കുമ്പോൾ, ഏതെങ്കിലും നിയമ നടപടികളിൽ സമസ്തയിൽ നിന്ന് അരുതാത്തത് കാണുമ്പോൾ
അതിനെ മാന്യമായ ഭാഷയിൽ എതിർക്കുകയും മാന്യമായ ഭാഷയിൽ തിരുത്തുകയും അതിന്റെ ശരി ഇതല്ല ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് 967 മുതൽ ബഹുമാനപ്പെട്ട ശൈഖുനാ അവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജമിയത്തുൽ ഉലമാ നടത്തിയത്. ശൈഖുനായുടെ മഹാമനക്കരുത്തുകൊണ്ട് അവർ സ്വന്തം ഒരു പത്രം തന്നെ നുസ്റത്തുൽ അനാം എന്ന പേരിൽ സ്ഥാപിക്കുകയും തന്റെ ചിന്തകളും തന്റെ അഭിപ്രായങ്ങളും മറുപക്ഷത്തെ സമസ്ത പറയുന്ന വിഷയങ്ങളിലുള്ള പോരായ്മകളുമെല്ലാം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഒരു പത്രം വരെ സ്ഥാപിച്ച് നടത്തുകയും ചെയ്തു. ആ പത്രം ഇന്നും വണ്ടൂരിൽ നിന്ന് തന്നെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നുസ്റത്തുൽ അനാം എന്ന മഹാമാസിക. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പോകുന്ന ഭിന്നിപ്പ് 42 ശേഷം 967 42 വർഷത്തെ സമസ്തയുടെ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടായിത്തീർന്ന ആ ഭിന്നിപ്പിന്റെ ശേഷം 1989 ഒരു ഭിന്നിപ്പ് രണ്ടാമത് വരുന്നത്. അതാണ് നമ്മൾ EKAP എന്ന ഇംഗ്ലീഷ് ഇനീഷ്യലുകളിൽ 2 സമസ്തയെ അറിയപ്പെടുന്നതിനിടയാക്കിയ ഭിന്നിപ്പ്. ഇതൊരു പിളർപ്പെന്ന രൂപത്തിൽ രൂപപ്പെട്ടു. രണ്ടും 2 സംഘടനകളായി. ഈ 2 സംഘടനകളും തുടക്കത്തിൽ തന്നെ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? സമസ്ത എന്ന് പറയുന്ന സംഘടനയെ ആർക്ക് കിട്ടണം? ആരുടേതാണ് സമസ്ത? ണ്ടായ പിളർപ്പിന് ശേഷത്തിന്റെ ഗതി അങ്ങനെയല്ല. വിദ്യാഭ്യാസ ബോർഡ് ആർക്കു കിട്ടണം? മാസികകൾ ആർക്കു കിട്ടണം? സ്ഥാപനങ്ങൾ ആർക്കു കിട്ടണം? സമസ്തയുടെ സ്വത്ത് ആർക്ക് കിട്ടണം? ഇതൊക്കെ ആരുടെ കയ്യിൽ വരണം എന്ന നിലക്കാണ് 2 കക്ഷികളും തുടക്കം മുതലേ ശ്രദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 കക്ഷികളും സമസ്ത എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കേണ്ടി വന്നത്. അങ്ങനെ തന്നെ ഇന്നും പ്രവർത്തിച്ചു വരുന്നു. പേരുകളൊക്കെ റെക്കോർഡിക്കൽ ചിലപ്പോൾ മാറ്റിയിരിക്കാം, രജിസ്ട്രേഷൻ ചിലപ്പോൾ മാറ്റിയിരിക്കാം, പക്ഷെ പ്രവൃത്തിയിൽ സമസ്ത എന്ന് തന്നെയാണ് 2 കൂട്ടം.
ഈ രണ്ടു കൂട്ടർ ഈ പിടിച്ചടക്കലും ജയിച്ചടക്കലും സ്വന്തമാക്കലും സംഘടനവൽക്കരിക്കലും അവനവന്റേതാക്കലും എന്ന ഈ നയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് 989 മുതൽ ഇക്കഴിഞ്ഞ 25 വർഷക്കാലവും പ്രവർത്തിച്ചത്. ഏതാണ്ട് 25 വർഷക്കാലമായില്ലേ? ഈ 25 വർഷക്കാലമായിട്ട് 89 തുടങ്ങിയിട്ടുള്ള ഈ സംഘടനാ പ്രവർത്തനം, ഈ രണ്ടു സംഘങ്ങളും ആരംഭിച്ചിട്ട് ഒരു 10 വയസ്സ് അന്നുള്ള ആളുകൾക്ക് ഇന്നൊരു 35 വയസ്സായല്ലോ. അപ്പൊ ഏതാണ്ട് ഒരു 35-40 വയസ്സായ ആളുകൾ കാണുന്ന സംഘടനാ പ്രവർത്തനം ഇങ്ങനെയാണ്. അപ്പൊ അവർ പ്രവർത്തിച്ചതു തന്നെ സംഘടനയ്ക്ക് സ്വന്തമാക്കുക, സംഘടനയ്ക്ക് ബന്ധാക്കുക, സംഘടന പിടിച്ചടക്കുക, സംഘടന ഒതുക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. അത് ആദ്യത്തിൽ നിലവിലിരിക്കുന്ന മഹല്ലുകളുടെ മേൽ കയ്യേറ്റം നടത്തുന്നതിനു വേണ്ടി പുതിയ സംഘടന എന്ന രീതിയിൽ സംഘടനാ സംവിധാനം നിലനിന്ന ഒരു കൂട്ടർ നിലനിന്നത് നമുക്കറിയാം. സംഘടനക്കുള്ള യുവജന സംഘം SYS, അതുപോലെ വിദ്യാർത്ഥി സംഘം SSF, സമസ്തയുടെ 2 സംഘവും ആ 2 സംഘത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും പത്രങ്ങളും AP വിഭാഗത്തിന്റെ കയ്യിലാണ് ഉണ്ടായത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന വിദ്യാഭ്യാസ ബോർഡും സമസ്തയുടെ ഓഫീസും സമസ്ത എന്ന പേരിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിക്കാർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് EK വിഭാഗം സമസ്തയുടെയും കയ്യിലാണ്. അപ്പൊ കണ്ടോ നോക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുക. അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. ഈ പ്രവർത്തനത്തിൽ മദ്രസകളും പള്ളികളും പിടിച്ചടക്കുന്നതിന്റെ ആ രീതിയിലേക്ക് അവരുടെ ഭിന്നിപ്പ് കടന്നു വന്നപ്പോൾ, അതായത് രൂപീകരണം കഴിഞ്ഞ് മാസങ്ങളായപ്പോൾ തന്നെ ആ ശ്രമങ്ങളിലേക്കാണ് കടന്നു വന്നത്. ഈ പേരിനെ ആസ്പദമാക്കിക്കൊണ്ട് മദ്രസകളും പള്ളികളും തങ്ങളാണെന്നു പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കാൻ പുതിയ ഗ്രൂപ്പ് രംഗത്ത് വന്നു. ആ സമയത്ത് നടത്തിയതാണ് പീസ് ക്യാമ്പയിൻ. ഈ പീസ് ക്യാമ്പയിനെ തുടർന്നും മറ്റും ജനങ്ങൾക്കിടയിൽ പൊതുവായി നിലനിന്ന് വരുന്ന മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കാതെ അതിപ്പോ ആര് നടത്തി വരുന്നുവോ ആ വിധത്തിൽ തന്നെ മഹല്ലുകൾ നടത്തുക, നിലവിലുള്ള മഹല്ലിന്റെ മദ്രസകളും മഹല്ലിന് കീഴിലുള്ള പൊതുമദ്രസകളും എങ്ങനെ നടക്കുന്നുവോ അങ്ങനെ തന്നെ നടക്കുക. പുതിയ ഒരു സംഘത്തിന് അതിപ്പോൾ ഏൽപ്പിക്കേണ്ടതില്ല എന്നാണ് സ്വാഭാവികമായും ശാന്തി ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന മഹല്ലു ജമാഅത്തുകളും മഹല്ലിലെ ജനങ്ങളൊക്കെയും തീരുമാനിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുക. ഇന്നും സാധാരണ ജനങ്ങൾ കുഴപ്പം ആഗ്രഹിക്കുന്നവരല്ല, സാധാരണ ജനങ്ങൾ പുതുമ ആഗ്രഹിക്കുന്നവരല്ല. പരമ്പരാഗതമായി വരുന്ന ഒരു രീതിയിലൂടെ അങ്ങനെ പോകുമ്പോൾ അതിൽ കുഴപ്പമില്ലെങ്കിൽ ശാന്തമായുള്ള ആ അന്തരീക്ഷത്തിന് ഒരു സമാധാന ഭംഗവും ഉണ്ടാക്കരുത്, അശാന്തി സൃഷ്ടിക്കരുത് എന്ന മനോഭാവമുള്ള നമ്മുടെ മഹല്ല് മുസ്ലിമീങ്ങൾ, മഹല്ലിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് സംഘടനാ ബന്ധമില്ല. സംഘടനാ ബന്ധമുള്ളവർ അവരിൽ നന്ന ചുരുങ്ങും, വളരെ ചുരുങ്ങും, ചെറിയൊരു ശതമാനം മാത്രമേ കാണൂ. അങ്ങനത്തെ മുസ്ലിമീങ്ങൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മദ്രസകൾ അങ്ങനെ തന്നെ തുടരട്ടെ. അപ്പൊ നമ്മുടെ നാട്ടിലെ മദ്രസ പുതിയൊരു ബോർഡിന് കൊടുക്കണ്ട, പുതിയൊരു പാഠബുക്കിന് കൊടുക്കണ്ട. നിലവിലിരിക്കുന്ന പാഠബുക്കുകളും സംവിധാനങ്ങളും ആരാണ് നടത്തുന്നത് അവർക്കു നൽകാം, അവർ തന്നെ നടത്തട്ടെ. ഇനിയൊരു പുതിയ മാറ്റം വേണ്ട എന്ന് മഹല്ലു ജമാഅത്തുകൾ ആഗ്രഹിച്ചു, അവർ തീരുമാനിച്ചു. അതവരുടെ നന്മയുടെ ഉദാഹരണമാണ്, അവരുടെ മനസ്സിന്റെ ശുദ്ധിയുടെ തെളിവാണ്, അവരുടെ സമാധാനകാംക്ഷയുടെയും ശാന്തി ആഗ്രഹിക്കുന്നതിന്റെയും ഏറ്റവും വലിയ നിദർശനമാണ്. ആ മഹത്തായ രീതിയിൽ തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ മദ്രസകളും ആ മദ്രസകളെ ചൊല്ലി മഹല്ലുകളും നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ EK സമസ്ത വിഭാഗത്തിന് കിട്ടിയതെല്ലാം പൊതുമഹല്ലുകളും പൊതുമദ്രസകളുമാണ്. ഈ പൊതുമഹല്ലുകളും പൊതുമദ്രസകളും ലഭ്യമായിട്ടുള്ള ഒരു കൂട്ടരാണ് EK വിഭാഗം. അവരെ പോലെ തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനക്കൊപ്പം നിൽക്കുന്ന ചില മഹല്ലുകൾ, അഭിവന്ദരായ ശൈഖുന താജുൽ ഉലമയെ പോലുള്ള മഹാന്മാർ കാലിയായിട്ടുള്ള മഹല്ലുകൾ, അത്തരം പണ്ഡിതന്മാരെ അംഗീകരിച്ചു വരുന്ന മഹല്ലുകൾ കേരളത്തിലുണ്ട്. സാധാരണക്കാരിതൊക്കെ സംഘടനാ ബന്ധം കൊണ്ടൊന്നും അല്ല ആളുകൾ പോകാറ്. എപ്പോഴും അവർ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതന്റെ പിന്നിൽ അണിനിരക്കുക എന്ന ഈമാനികമായ ആവേശമാണ് പൊതുജനങ്ങളെ നയിക്കുന്നത്. ഏതൊരു മഹല്ലിൽ അവരുടെ കാലി ആരാണോ അതൊരംഗീകൃത പണ്ഡിതനും ആദരണീയ പണ്ഡിതനുമാണെങ്കിൽ ആ പണ്ഡിതന്റെ കീഴിൽ ഒത്തുനിൽക്കുക എന്ന മനോഭാവമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനികമായി വരുന്ന ആവേശപ്രകാരം അവരുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ തന്നെ നിലവിലിരിക്കുന്ന മഹല്ലുകളിൽ കാലിമാരായതും ബോർഡ് നടത്തുന്നതും മദ്രസ നടത്തുന്നതും ആരാണോ പണ്ഡിതന്മാർ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നാട്ടുകാർ പൊതുമഹല്ലുകൾ അങ്ങനെ നടത്തിക്കൊണ്ടുപോവുക എന്ന ശൈലി പോലെ
അഭ്യന്തരായ താജുലുലമാ ശൈഖുനാ അവർകളെ പോലുള്ളവർ, ശംസുലുലമാ നാദാപുരത്തെ കീഴനപ്പോ അവർ പോലുള്ള ആളുകൾ, അതുപോലത്തെ മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർക്ക് കീഴിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കുന്ന അനേകം മഹല്ലുകൾ കേരളത്തിലുണ്ട്. ആ ജനങ്ങളും ചിന്തിക്കുന്നത് നമ്മുടെ ഓറുമാരും നമ്മുടെ നേതാക്കളും നമ്മളെ കാലികന്മാരൊക്കെ എങ്ങനെയാ പറയുന്നത്, നമുക്കതുപോലെ അങ്ങനെ പോവാം, അതിനൊരു മാറ്റവും വേണ്ട എന്ന മനോഭാവമാണ് നാട്ടുകാർക്കുണ്ടാവുക. അത്തരം നാടുകൾ കൈവശമുള്ള കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ അത് ഞങ്ങളുടെ സംഘടനാ മഹല്ലുകളാണ്, ഞങ്ങളുടെ സംഘടനയുടെ ആളുകളാണ്, ഞങ്ങളുടെ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ ആരും നീക്കിയിട്ടില്ല. എത്രത്തോളം എന്നാൽ വണ്ടൂർ കേന്ദ്രീകരിച്ചാണല്ലോ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ പ്രവർത്തിച്ചത്. വണ്ടൂരിൽ നിന്ന് വിട്ടാൽ നാദാപുരത്തെത്തണം നിങ്ങൾ ആളെക്കാണെങ്കിൽ ആണല്ലോ ഇവർ പറയുന്നവർ പരിഹസിക്കുന്നത് സംഘത്തെ. ആവട്ടെ, ആ വണ്ടൂരിലെ പഴയ ജുമുഅത്ത് പള്ളി, പള്ളിക്കുന്നുമ്മല ജുമുഅത്ത് പള്ളി കേന്ദ്രീകരിച്ചുള്ള ബഹുമാനപ്പെട്ടവരുടെ മഹല്ല് പോലും അത് നിലന്നു വരുന്ന മുതവല്ലിമാരുടെ ഭരണത്തിന് കീഴിൽ പഴയകാലം മുതൽ ഏത് നിലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തിക്കൊണ്ടാണോ ആ മഹല്ല് രൂപീകരണം മുതൽ നടന്നു വരുന്നത്, അതുപോലെ എല്ലാ വിഭാഗം മുസ്ലിമീങ്ങൾക്കും ഒത്തുകൂടാൻ പറ്റുന്ന, ആർക്കും ശല്യമുണ്ടാക്കാത്ത, ആലോസരമുണ്ടാക്കാത്ത, പ്രയാസമുണ്ടാക്കാത്ത മഹത്തായ ഇസ്ലാമിന്റെ പൈതൃകമായി കേരളത്തിലേക്ക് ലഭിച്ചിട്ടുള്ള ആ പാരമ്പര്യത്തിൽ തന്നെ തുടരുന്നു എന്നല്ലാതെ സംഘടനാവൽക്കരണം പള്ളിയിലേക്ക് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എവിടെയും കയറ്റിയിട്ടില്ല. സമസ്തക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു ശബ്ദം തന്നെ, ഒരു പേര് തന്നെ പള്ളിയുടെ രജിസ്ട്രേഷനുകളിലോ ഏതെങ്കിലും വാഖിഫീങ്ങളുടെയോ വഖഫ് ദായകരുടെയോ ദാനക്കാരുടെയോ ആധാരങ്ങളിലോ ചേർക്കാൻ തുടങ്ങിയത് പുത്തനാശയക്കാർ സംഘടനയുണ്ടാക്കി വന്നിട്ട് പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആചാരങ്ങളും മഹല്ലകൾ നടത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പഴയ പള്ളികൾ സബ് രജിസ്റ്റർ ഒളിഞ്ഞ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തിരിയാത്ത സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കുകയും ചെയ്തതിന്റെ ഫലം വെച്ചുകൊണ്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് എവിടെയെങ്കിലും ഒരു മഹല്ലിൽ ഭരണഘടനയിൽ നിർദോഷമായി ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്തത്, വഖഫാധാരത്തിൽ ചേർത്തിട്ടുള്ളത് ചേർത്തത്. അങ്ങനെങ്ങനെയാ ചേർക്കുക? അവിടെ നടക്കേണ്ട ആചാരങ്ങളൊക്കെ ഈ പള്ളിയിൽ ഇങ്ങനെ നടക്കണം എന്നെഴുതിയ ശേഷം ഇവിടുത്തെ ഭരണസമിതിയുടെ, രാജ്യത്തിന്റെ ജനറൽ ബോഡിയുടെ എല്ലാ ഘടനകളും എഴുതിയ ശേഷം അവസാനം പറയും ഈ മഹല്ലിൽ മേലെഴുതിയിട്ടുള്ള നിയമസംഗതികൾ നടപ്പാക്കുന്നതിലോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതുമുണ്ടായാൽ, അല്ലെങ്കിൽ നിലവിലുള്ള സമിതി ഭരണമില്ലാത്ത ഒരവസ്ഥ വന്നാൽ അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയുമായി ബന്ധപ്പെടേണ്ടതും അവർ തീരുമാനിക്കുന്നത് പോലെയും നിർദ്ദേശിക്കുന്നത് പോലെയും ചെയ്യേണ്ടതുമാകുന്നു എന്ന ഒരു കഷ്ണം, ഒരു വാൽക്കഷ്ണം നമ്മുടെ സംഘടനാ രംഗത്തെ ആശയങ്ങളും ആചാരങ്ങളും ആദർശങ്ങളും മഹല്ലുകളിൽ നിലനിൽക്കുന്നതിന് ഉപകാരപ്പെടാൻ വേണ്ടി ചേർത്തു കൊടുക്കുന്നതിലപ്പുറം സംഘടനാപരമായി മഹല്ലിനെ ഒന്നിച്ച് സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന ഒരു പരിശ്രമം നാട്ടിൽ ഇന്ന് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പള്ളിയിലും നടന്നിട്ടുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് വരെ. പക്ഷേ ഇവർ രണ്ടു കൂട്ടരുടെ പ്രശ്നങ്ങൾക്ക് ശേഷം പിടിച്ചടക്കൽ, ജയിച്ചടക്കൽ, സ്വന്തമാക്കൽ എന്നല്ലേ ഇവർക്ക് അറിയൂ. 25 കൊല്ലത്തെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവൻ അവനെ പിടിക്കുക, അവൻ ഇവനെ അടിക്കുക, ഇവൻ അവന്റേത് കയ്യേൽക്കുക, ഇവൻ അപ്പറ്റ് കയ്യേറ്റം നടത്തുക. ഇതിനപ്പുറം ഒരു പ്രവർത്തനം ഇവർക്ക് സംഘടനാ പ്രവർത്തനമായി അറിഞ്ഞുകൂടാ. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എന്ത് സംഘടനയ്ക്ക് വിവരിക്കപ്പെട്ടാലും ആ ഉദ്ദേശ ലക്ഷ്യങ്ങളല്ല ഇവർ നടപ്പാക്കുന്നത്. ആ സ്വഭാവം വെച്ച് നമ്മുടെ പൊതുമഹല്ലുകൾ കൈവശം വെച്ചിരുന്ന ഈ കെ സമസ്തക്കാർ ഏതാനും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയുമോ? പൂർണ്ണമായും മഹല്ലുകൾ സംഘടനാവൽക്കരിക്കുകയാണ്. പൂർണ്ണമായും എന്ന് ഞാൻ പറയുന്നത് നല്ല ബോധത്തോടെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇതിനെതിരെ പ്രതികരിക്കുക എന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നും തീരുമാനിച്ചത്. ചെറിയ ഒരളവിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരുടെ നിയമാവലി എന്ന പേരിൽ ഇവർ പള്ളികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന നിയമാവലി പൂർണ്ണമായും ആ മഹല്ലിനെ സംഘടനാവൽക്കരിക്കുന്ന ശൈലിയിലാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ ആകെ ഇതിലുള്ളത് മഹല്ലുകൾക്ക് 4 ഘടനയാണ്. 1 മഹല്ല് അംഗത്വം ലഭിക്കുന്ന അംഗങ്ങൾ, 2 ജനറൽ ബോഡി അംഗങ്ങൾ, 3 ജനറൽ ബോഡി അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രവർത്തക സമിതി,
പ്രവർത്തക സമിതി ഭരിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി തുടങ്ങിയിട്ടുള്ള ഭാരവാഹികളുള്ള സമിതി. ഇവർക്കും ഇതേ ഉപദേശം നൽകുന്നതിന് ഒരു ഉപദേശ സമിതി. ഈ 4 ഘടകങ്ങളും ജനറൽ ബോഡിയാണല്ലോ ഏറ്റവും നിലവാരത്തിലുള്ള ഏതു മഹല്ലിന്റെയും അടിസ്ഥാനം, അടിത്തറ. ഈ അടിത്തറയിലുള്ള ജനറൽ ബോഡി അംഗങ്ങൾ ആരായിരിക്കണം? പള്ളി മദ്രസകൾക്ക് മാതൃകാ നിയമാവലി എന്ന പേരിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണിത്. ഔദ്യോഗികമായി പേര് വെച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, ഫ്രാൻസിസ് റോഡിലെ ഈ ബോർഡ് അവരുടെ കീഴിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യാൻ, കീഴല്ല പള്ളി മദ്രസ നാട്ടിലേത് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്ന മാതൃകാ നിയമാവലി. ഈ മാതൃകാ നിയമാവലിയിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുമ്പോൾ തന്നെ പറയുന്നത് 1925 സ്ഥാപിച്ച സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 1934-35 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നതും ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശമനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മഹല്ലിൽ പ്രചരിപ്പിക്കുക. നാട്ടിൽ പ്രചരിപ്പിക്കേണ്ടത് എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ. അതിന് ഇത്ര തോനെ പറയണ്ടല്ലോ. അതിന് 925 സ്ഥാപിച്ചിട്ട് ഫ്രാൻസിസ് റോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത, ആ സമസ്തയുടെ ആശയാദർശം അനുസരിച്ചു മാത്രം സുന്നത്തു ജമാഅത്തിനെ പ്രചരിപ്പിക്കാനേ നാട്ടിൽ പാടുള്ളൂ. ഇതാണ് 5G എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ പ്രമാദമായ വകുപ്പ്. ഞാൻ പ്രഭാതാറിനെ പ്രസംഗിച്ച ശീലമുകൊണ്ട് പറയാ, പലയിടത്തും പ്രസംഗിച്ചോളൂ. ഈ 5G വകുപ്പ് കഴിഞ്ഞിട്ട് 5H വകുപ്പ് എന്താണെന്നറിയോ? തദ്ദേശീയരും വിദേശീയരുമായ വിദ്യാർത്ഥികൾക്ക് മതപരമായ ഉപരിപഠനത്തിന് ജമാഅത്ത് പള്ളിയിൽ സ്ഥാപിച്ചു നടത്തിവരുന്ന ദർസ് മുടങ്ങാതെ അഭിവൃദ്ധിപ്പെടുത്തി 5Gയിൽ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയത്തോട് പൂർണ്ണമായി യോജിക്കുന്ന പണ്ഡിതരെ കൊണ്ട് നടത്തുക. എന്തേ പറഞ്ഞു? തദ്ദേശീയരും പുറത്തുള്ളവരുമായ വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തണം പള്ളിയില്. ആ പള്ളിയിലെ മുദരിസ് ആരായിരിക്കണം? 5Gയിൽ പറഞ്ഞ ഫ്രാൻസിസ് റോഡിലെ സമസ്തക്കാരൻ മാത്രമായിരിക്കണം. വേറെ മുദരിസ് പറ്റില്ല. ഇത് മഹല്ലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ കൊടുക്കുന്ന 5Gയും 5Hുമാണ്. ഇതിന്റെ ഘടന വിവരിക്കുന്നത് നോക്കൂ. ജനറൽ ബോഡിയാണല്ലോ ഏറ്റവും അടിത്തറ. ആ ഘടനയിൽ പറയുന്നത് ഫ്രാൻസിസ് റോഡിലെ 5Gയിൽ പറഞ്ഞ സമസ്ത അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരാകണം. ആര്? പൊതുമഹല്ല്. ആ മഹല്ലിൽ അംഗത്വം കിട്ടുന്ന ആളുകൾക്ക് മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളായി തീരുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിൽ പരക്കെ നടന്നു വരുന്നത്. ഇതപര്യന്തം നടന്നു വരുന്ന ഈ രീതി പോക്കിയിട്ട് ജനറൽ ബോഡി അംഗത്വം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം ലിമിറ്റ് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുന്നു. ആർക്ക്? ഫ്രാൻസിസ് റോഡിൽ പ്രവർത്തിക്കുന്ന EK സമസ്ത വിഭാഗം എന്ന ആ ആദർശമനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ജനറൽ ബോഡി അംഗത്വം. അതിൽ നിന്ന് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് പ്രവർത്തക സമിതി. ആ പ്രവർത്തന പുറമെ പിന്നെ ഒരു ഉപദേശ സമിതിയോ 5Gയിൽ പറഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് റോഡിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നിയമിക്കുന്ന 2 പ്രതിനിധികൾ മഹല്ലിന്റെ കാലാവധിയില്ലാത്ത ഉപദേശ സമിതി അംഗങ്ങളായിരിക്കും. അവരെ മാറ്റാനുള്ള അധികാരം സമസ്ത മുഷാവർക്ക് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം നിങ്ങൾ. ജനറൽ ബോഡി അംഗത്വമല്ലേ ഒരു തറ അംഗത്വം. ഇതിന്റെ പുറമെ ഇതിൽ പറയുന്നുണ്ട് മഹല്ല് അംഗത്വം. പക്ഷെ മഹല്ല് അംഗത്വത്തിന് സമസ്താന്ന് ചേർത്തിട്ടില്ലെങ്കിലും മഹല്ല് അംഗത്വത്തിനൊരു വ്യവസ്ഥ ഉണ്ട്. എന്താ മഹല്ല് അംഗത്വത്തിന്റെ വ്യവസ്ഥ? ഈ മഹല്ല് അംഗത്വത്തിന് അപേക്ഷിക്കണം. അംഗത്വം ലഭിച്ച ഓരോ വീട്ടിൽ നിന്നും വർഷാന്തം ഇത്ര രൂപയിൽ കുറയാത്ത സംഖ്യ അടക്കണം. ഗ്രഹനാഥനോ ഗഹനാഥയോ നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കണം. ഈ നിശ്ചിത ഫോറത്തിന്റെ കഥയോ ആ ഫോറത്തിൽ ഗഹനാഥനോ ഗഹനാഥയോ പൂരിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? പേരൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ ഉൾപ്പെടെ താഴെ കൊടുക്കുന്ന കുടുംബാംഗങ്ങൾ ഇന്ന മഹല്ല് കമ്മിറ്റിയുടെ അപ്പോഴുണ്ടാകുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഇന്ന മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വിധേയമായതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങളും അനുസരിക്കാൻ തയ്യാറാണെന്ന് സത്യബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങളുടെ വീടിന് മഹല്ല അംഗത്വം നൽകണമെന്ന് ഇതിനാൽ അപേക്ഷിക്കുന്നു. സമസ്തക്കാരായ ജനറൽ ബോഡി അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ജനറൽ ബോഡി, അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സമസ്തക്കാരായവർ മാത്രം ഉൾക്കൊള്ളുന്ന പ്രവർത്തക സമിതി,
ആ പ്രവർത്തക സമിതിക്ക് അപേക്ഷിക്കേണ്ട മഹല്ല് അംഗത്വത്തിന്റെ നാട്ടിലെ പൗരൻ, പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്ത ഹാജിയാരുടെ പൗത്രൻ, അയാൾ മഹല്ല് അംഗത്വം കിട്ടണമോ എന്ത് വേണമെന്നറിയുമോ? അയാൾ ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമെന്ന് അപേക്ഷാപൂർവത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഇനി മഹല്ലിലെ പൊതു നാട്ടുകാർക്ക് എന്താണ് ഇതിൽ ശേഷിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ? പ്രകാരം 4 ഘടകങ്ങളാണ് ഇതിലുള്ളത്. ഈ 4 ഘടകങ്ങൾ മഹല്ല് അംഗത്വം, ജനറൽ ബോഡി അംഗത്വം, പ്രവർത്തക സമിതി അംഗത്വം, ഉപദേശ സമിതി, ഈ 4 ഘടകങ്ങളും ഫ്രാൻസിസ് റോഡിലെ 5G പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതാണ് ഈ 5G അവസാനം വരെ. ഇനി കേൾക്കണമെങ്കിൽ എവിടെയും ഇല്ലാത്ത ഒന്നും കൂടി ഭരണഘടനയിൽ ആ നാട്ടിൽ എവിടെയൊക്കെ ആരൊക്കെ നിയമിക്കണമോ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം 22A. ഈ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 5G പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസാചാര പ്രകാരം പ്രവർത്തിച്ചു വരുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചവരും കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നവരും ആവണം. ആരാ? ഉദ്യോഗസ്ഥന്മാര്. മുഖ്രി, മുഅദ്ദിന്, ഖതീബ്, ഖാദി ഒരു ഉദ്യോഗസ്ഥനെ ബലി തെരഞ്ഞെടുക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ ആ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാസകലം ആരാവണം? സമസ്തക്കാരാവണം. ഈ മഹല്ലിൽ എന്താ ഒരു പൂയി മണലിന്റെ അത്ര പകർന്ന് ഒഴിവ്? ഒന്നുമില്ല. ഒരു മണൽക്കരയുടെ ഭാഗം ഒഴിവില്ല. മഹല്ല് അംഗത്വം കിട്ടണമോ സമസ്തക്കാരനാണെന്ന് സത്യബോധം പെടുത്തിക്കൊണ്ട് എഴുതി കൊടുത്ത് ഫോറം, ആ ഫോറം അംഗീകരിക്കേണ്ടത് സമസ്തക്കാർ മാത്രമുള്ള പ്രവർത്തക സമിതി. പ്രവർത്തക സമിതിയും ജനറൽ ബോഡിയും ഉപദേശ സമിതിയും സമസ്തക്കാരനാകണം. മുദരിസ് സമസ്തക്കാരനാകണം. നിയമിക്കപ്പെടുന്ന ഏത് ഉദ്യോഗസ്ഥനും സമസ്തക്കാരനാകണം. ഇങ്ങനെ ഒരു ഭരണഘടന സമസ്തക്കാരനാക്കണം എന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഈ വ്യവസ്ഥയിലുള്ള ഒരു സംഘടനാവൽക്കരണം ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഈ സംഘടനയ്ക്ക് വിലാസം നൽകുന്നതായി അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം EK അബൂബക്കർ ഉണ്ടല്ലോ, ആ EK അബൂബക്കർ മുസ്ലിയാരുടെ കാലത്ത് ഇങ്ങനെ വല്ലതും പള്ളിക്കെഴുതി കൊടുത്തതായിട്ടോ ഈ രൂപത്തിൽ സംഘടനാവൽക്കരണം എന്നുള്ളവർക്ക് സാധിക്കുമോ? ഇല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇതും ചിലപ്പോ സമസ്തന്റെ മുശാവറ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിക്കുന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെ ഇതിനായി കൂട്ടരാണ്. ഈ കൂട്ടരെഴുതി ഉണ്ടാക്കിയിട്ട് മഹല്ലുകളെ മുഴുവൻ സംഘടനാവൽക്കരിച്ച് പൂർണ്ണമായി കൊണ്ടുവരാൻ. എന്തിന്? AP സമസ്തക്കാര് ആ മഹല്ലിൽ ഒരു നിലയിലും ഉണ്ടാകരുത്. ഇത് നല്ലൊരു സൗകര്യം കിട്ടി. മുജാഹിദുകൾ ഓൽക്കൊരു മഹല്ല്, ജമാഅത്തുകാർ ഓൽക്കൊരു മഹല്ല്, APക്കാർ ഇപ്പൊ പള്ളി ഉണ്ടാക്കുന്നത് പുതുതായി ഓല പള്ളി, ഓല മദ്രസ, ഓലൊരു മഹല്ല്. ഇപ്പൊ മഹല്ല് പൊതുമഹല്ല് ഒഴിഞ്ഞ് ഈ കൂട്ടരാണ് പോയപ്പോ ബാക്കി പൊതുമഹല്ല് മുഴുവൻ എല്ലാ അംഗങ്ങളും സംഘടനയ്ക്ക് വരണമെന്ന് തീരുമാനിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സംഘടനാവൽക്കരണം എന്ന പേരിൽ ഇപ്പം വലിയ ദോഷമില്ലാതെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇന്ന് ലഭ്യമായതിൽ സമസ്തയിലുള്ളവരിൽ ഏറ്റവും ബഹുമാന്യരായ നേതാക്കളാണ് ഇന്നതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പയവരികളൊക്കെ വർണ്ണപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആജ്ഞാശക്തിയുള്ള ഒരു ആളാണ്. അദ്ദേഹം തുറന്ന് സംഗതികൾ പറയും. അങ്ങനത്തെ ഒരാളാണ്, ഉള്ളു തുറന്ന ഒരാളാണ്. ഉള്ളു തുറന്ന് ശരിക്ക് കാര്യങ്ങൾ പറയും. ഇപ്പോൾ തന്നെ അദ്ദേഹം പലതും പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം കിട്ടിയുള്ള ചില SKSSF അദ്ദേഹത്തെ ഫോൺ വിളിച്ചു പറഞ്ഞതും എന്നെങ്ങളൊന്ന് ഉപദേശിക്കാൻ പറ്റാതെ അദ്ദേഹം പറഞ്ഞുവെന്നല്ലോ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അത്ര ശുദ്ധനാണ്, നല്ലൊരു മനുഷ്യൻ, ആജ്ഞാശക്തിയുള്ള. അദ്ദേഹത്തോട് ഏതെങ്കിലും SKSSF കളിക്കാൻ തിരിഞ്ഞാൽ അദ്ദേഹം ശരിക്കും അവരെ വരച്ച വരയിൽ നിൽക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശാന്തമായി സമാധാനപരമായി മഹല്ല് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശാന്തനും സമാധാനപ്രിയനുമാണ് ബഹുമാനപ്പെട്ട അതിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർകൾ. ആ 2 മഹാന്മാരും വലിയ സമസ്തയുടെ നേതാക്കളിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും നല്ലവരാണ്. അവരുണ്ടാകുമ്പോൾ ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് വരും. ഇനി ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട EK അവർകളിൽ നിന്ന് നേരെ സുന്നത്ത് ജമാഅത്ത് പഠിച്ച ഒരുപാട് ആളുകൾ ഇപ്പയിലുണ്ട്. അവരുണ്ടാകുമ്പോൾ പ്രശ്നമില്ലെന്ന് വരും. എല്ലാ കാലത്തും ഇങ്ങനെ വരുമോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘത്തിന്?
ഇതെങ്കിലും ഈ സംഘടനാവൽക്കരിക്കുന്നവരും ഈ സമസ്തയ്ക്ക് ഇങ്ങനെ രേഖയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നവരും ആലോചിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ SKSSFകാരായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ഹുദവിക്കുട്ടികളോ വാഫിക്കുട്ടികളോ ഒക്കെ നിങ്ങൾ ബഹുമാനപ്പെട്ട ഈ ക്യാബറുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹിതാശയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാകും എന്ന് നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടോ? ഉത്തമ പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ വരച്ച വരയിലൂടെ തന്നെ പഴയ പാരമ്പര്യത്തിലൂടെ തന്നെ നടന്നു പോകുമെന്നവർക്ക് അവരെപ്പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടോ? എങ്കിൽ അത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയാണ് അവർ എഴുതുന്നതൊക്കെ. ഏറ്റവും അടുത്തിതാ പുതിയ ഒന്ന് സബീലുൽ ഹിദായ എന്ന പേരിൽ കോട്ടക്കൽ പറപ്പൂരിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഹുദവി ബിരുദം നൽകുന്നതായ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറക്കുന്നതായ ഒരു തഫ്സീറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന തഫ്സീർ എന്ന വിഷയം എങ്ങനെയെന്ന് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ പരമ്പരാഗത തഫ്സീറുകളിലെല്ലാം ഇസ്രായേലി കെട്ടുകഥകളാണ് നിരന്തരമായി കടന്നുകൂടിയിട്ടുള്ളത്. പൂർവീകരായ മുഫസ്സിരീങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പഴയകാലത്തെ മുഫസ്സിരീങ്ങൾക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആധുനിക മുഫസ്സിരീങ്ങൾക്കും ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പോകട്ടെ, അവ ദർസ് നടത്തുന്ന നമ്മുടെ പണ്ഡിതന്മാർക്കും അതിനെക്കുറിച്ചൊരു അവബോധവുമില്ല. എല്ലാം കെട്ടുകഥകൾ, ഇസ്രായേലി കെട്ടുകഥകളാണ്. എല്ലാ മഹൂർ കൊണ്ടുള്ള തഫ്സീറുകളിൽ അധികവും കടന്നുകൂടിയിട്ടുള്ളത്. ബിർറഈ തഫ്സീറിൽ മാത്രമേ അതിൽ നിന്നൊരു കുറവുള്ളൂ. ബാക്കി എല്ലാ തഫ്സീറിലും അതാ കടന്നുകൂടിയിട്ടുള്ളത്. എന്നാലോ ബിർറഈ തഫ്സീറാണത്രേ ജലാലൈനി. ബിർറഈ തഫ്സീറാണത്രേ ജലാലൈനി. ആ ജലാലൈനിയിലും കടന്നുകൂടിയതാ കാര്യമായിട്ട് പറയുന്നത്. കഥകൾ എന്താ പറയുന്നോ? ഹാറൂത്ത് മാറൂത്തിന്റെ കഥയ്ക്ക് അതിന് ഉദാഹരണം പറയുന്നത്. നിങ്ങളിത് വിശദമായി ഈ രക്കം പുറത്തിറങ്ങിയ ബുൽബിലുണ്ട് നിവാരണത്തിൽ ഒരു ചോദ്യവും അതിന്റെ മറുപടിയും അത് വായിക്കുക. ഇത് മനസ്സിലാക്കി ജലാലൈനി എന്ന് പറയുന്ന തഫ്സീർ കേരളത്തിൽ തഫ്സീർ എന്ന വിഷയം പഠിക്കാൻ ആകെ പണ്ഡിതന്മാർ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു തഫ്സീറാണ്. എന്താ കുട്ടിയെ ഓതുന്നത് എന്ന് ചോദിച്ചാൽ ദർസലക്കുട്ടി തഫ്സീറും മിഷ്കാത്തും എന്ന് പറഞ്ഞാൽ ആ തഫ്സീർ ജലാലൈനിയാണ്. ആരാ ജലാലൈനി? ജലാലുദ്ദീൻ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി. ഈ രണ്ട് മഹാന്മാരും തഫ്സീറിനെ അതിന്റെ പഴയകാല പ്രതാപത്തിലേക്കും സ്വഹാബത്ത് താബിഈങ്ങളും താബിഈകളുമായ ഖുർആന്റെ വ്യാഖ്യാതാക്കളിൽ ഉന്നതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തഫ്സീറുകളും തന്നെ ഇബ്നു ജരീർ ത്വബരിയെ പോലുള്ള മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പ്രബലപ്പെടുത്തിയത് തെരഞ്ഞെടുത്തിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ, മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ വളരെ ചെറിയ ഗ്രന്ഥമുണ്ടാക്കിയതാ ജലാലൈനി. ആ ജലാലൈനിയിൽ കടന്നുകൂടിയത് കെട്ടുകഥകളാണ്. ഒന്നും രണ്ടും സംഭവമല്ല. ദാവൂദ് നബിയുടെ സംഭവം, സൈനബിന്റെ സംഭവം തുടങ്ങി പല സംഭവങ്ങളും കെട്ടുകഥകളാണ്. ഇങ്ങനെ പറയുന്ന പലരെയും കേട്ടിട്ടുണ്ട്. തഫ്സീർ ജലാലൈനിയെ മാത്രം ആക്ഷേപിച്ചുകൊണ്ട് ന്യൂ അൻസാരി എന്ന മാസികയിൽ ഏറ്റവും അത്യന്താധുനികനും പരിഷ്കരണവാദിയുമായ CN അഹമ്മദ് മൗലവി എന്ന മോഡേണിസ്റ്റ്, അദ്ദേഹത്തിനെ പോലും ഇപ്പോൾ ആദരിക്കുകയാണ്, പിന്നീട് അനുസ്മരിക്കുകയാണ്. ആ CN അഹമ്മദ് മൗലവി കോഴിക്കോട്ടുകാർക്കറിയാം. ഇവിടെ കച്ചവടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മിഠായി തെരുവിൽ കച്ചവടക്കാരനായിരുന്നു. ആ CN അഹമ്മദ് മൗലവി ജലാലൈനിയിൽ കെട്ടുകഥകളും ഇസ്രായേലിയാത്തുമാണ് നിരവധിയായിട്ടുള്ളതെന്ന് പറഞ്ഞ് തുടർച്ചയായി ന്യൂ അൻസാരിയിൽ ഇറക്കിക്കൊണ്ടിരുന്നപ്പോ അന്നത്തെ സമസ്തയുടെ നേതാവെന്ന നിലക്ക് അൽബയാനിലും അതുപോലുള്ള മാസികകളിലും അതിനെതിരായി ശരിയായ റദ്ദുകൾ എഴുതിയിരുന്നതും ഖണ്ഡനം എഴുതിയിരുന്നതും മഹാനായ താജുൽ ഉലമാ ശൈഖുന വണ്ടൂരിലെ ശൈഖുന അവർകളായിരുന്നു. അതേ ആരോപണമാണ് ഇപ്പത്തെ ഹുദവി കുട്ടികൾ, ചെറിയ കുട്ടികൾ പുറത്തിറക്കുന്നത്, മടിയില്ലാതെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾ ബഹുമാനപ്പെട്ട അവർകളിൽ നിന്ന് പഠിച്ച അനേകം ശിഷ്യന്മാർ സമസ്തയുടെ നേതൃത്വത്തിലുള്ളപ്പോൾ തന്നെ അവരൊന്നും ജലാലൈനിയെ കുറ്റം പറയാത്ത ജലാലൈനിയെ ഇപ്പോഴത്തെ ഹുദവിക്കുട്ടികൾ കുറ്റം പറയുക മാത്രമല്ല, കെട്ടുകഥകൾ തിരിച്ചറിയാതെ ആ മുഫസ്സിറുകൾ ഗ്രന്ഥത്തിൽ ചേർത്തുകൊടുത്തിട്ടുണ്ടെന്നും ഇന്ന് വരെ ഓതിയവരാരും അത് തിരിച്ചറിഞ്ഞില്ലെന്നും ഇപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർക്ക് അതേക്കുറിച്ചൊരു അവബോധവുമില്ലെന്നും കുറിക്കാൻ ധൈര്യം കാട്ടിയവർ നാളെ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് ഭാരവാഹിത്വത്തിലോ നേതൃത്വത്തിലോ വന്നാൽ ആ ആശയാദർശമനുസരിച്ചല്ലേ നിങ്ങൾ മഹല്ലിൽ ഭരിക്കേണ്ടി വരിക? അവരുടെ ഉപദേശമനുസരിച്ചല്ലേ നിങ്ങൾ മഹല്ല് നിയന്ത്രിക്കേണ്ടി വരിക? ആ ആശയാദർശമനുസരിച്ചല്ലേ മഹല്ലിൽ പ്രചരിപ്പിക്കേണ്ടി വരുന്ന സുന്നത്ത് ജമാഅത്ത്?
ഇത് ചെറിയ കാര്യമാണോ? ഇന്നല്ലെങ്കിൽ നാളെ അപകടമുണ്ടാകില്ലേ? 925 രൂപീകരിക്കുമ്പോൾ കാണാത്ത കുഴപ്പം 967 ഏപ്രിൽ മാസം 8-ാം തീയതി വന്നപ്പോൾ 42 വർഷം കഴിഞ്ഞിട്ട് വന്നു സമസ്തയിലെങ്കിൽ. സ്ഥാപക നേതാക്കൾക്ക് സമസ്തയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് രാജിവെച്ചു പോരേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ പല സംഘങ്ങളായി വേർപിരിയേണ്ടി വരുന്ന ഘട്ടം വരില്ലെന്ന് ആര് കണ്ടു സഹോദരങ്ങളെ? വേണമെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഔദ്യോഗിക ഭാരവാഹിത്വത്തിന്റെ പേരിൽ വരെ ഗ്രൂപ്പിസം വന്ന് പുറന്തള്ളപ്പെടാനൊക്കെ ഇടയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഉത്തരവാദപ്പെട്ട നേതാക്കൾ ജാഗ്രതയിലിരിക്കണം. അങ്ങനെ നിങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞാൽ മഹല്ലുകൾ ഇനിയും ഇതിന്റെ ശാപഭാരം ഏൽക്കണമെന്നാണോ? ഇതിന്റെ പേരിലൊക്കെയും ശിഥിലീകരണങ്ങൾ മഹല്ലിൽ നടക്കണമെന്നാണോ? നിങ്ങൾ ഓരോ പാർട്ടിക്കൊപ്പവും നിൽക്കുന്ന മഹല്ലിലെ ജനങ്ങൾ ആ പാർട്ടിക്കൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ആദർശങ്ങൾ മഹല്ലുകളിൽ പ്രചരിപ്പിക്കണമെന്നാണോ? ഇതിലേക്കാണോ മഹല്ലുകളെ ഇങ്ങനെ സംഘടനാവൽക്കരിക്കുന്നത്? ഇതാണ് സഹോദരങ്ങളെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്നും സംഘടനാവൽക്കരിക്കുക എന്ന് പറയുന്ന പ്രശ്നം വളരെ അപായകരമാണെന്നും നാട്ടിൽ വലിയ ദുരന്തമുണ്ടാക്കി തീർക്കുമെന്നും ഇന്നത്തെ തലമുറയെ മാത്രം കണ്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ പാടില്ല. ഭാവി തലമുറകളെ കണ്ടുകൊണ്ടായിരിക്കണം ദീർഘദൃഷ്ടിയുള്ള വിലമാക്കന്മാരും സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന റസൂലുള്ള മുതൽക്കുള്ള സിറാത്തുൽ മുസ്തഖീം അന്ത്യനാൾ വരെ നിരന്തരമായി നിലനിൽക്കണം. ആ വഴിയിലൂടെ ജനങ്ങൾ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തമ ബോധമുള്ള ആളുകൾ തങ്ങൾ മരിച്ചാലും ദീൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കണം. തങ്ങളുള്ളപ്പോൾ തങ്ങൾക്ക് എന്താണ് സൗകര്യം എന്ന് നോക്കിക്കൊണ്ട് സംഘടനാവൽക്കരണം നടപ്പാക്കരുത്. തങ്ങൾ മരിക്കും, ഓരോരുത്തരും മരിക്കും. അവനവന്റെ വിധി വരുമ്പോൾ ആരും മരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട കൊട്ടുമല വാപ്പു മുസ്ലിയാർ തന്നെ ഇത്ര പെട്ടെന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം വിദേശത്ത് പോയി വന്നത് അങ്ങനെ അസുഖത്തിലല്ലേ? അങ്ങനെ ആർക്കും എന്തു സംഭവിച്ചുകൂടെ? അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നമ്മുടെ പണ്ഡിതന്മാരെല്ലാവർക്കും നൽകുമാറാവട്ടെ. പക്ഷേ അങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ സംഭവിച്ചാൽ സഹോദരങ്ങളെ, പുതിയ തലമുറയിൽ വരുന്ന ആളുകളൊക്കെ നമ്മളുടെ മാതിരി തന്നെയാണെന്നതിന് എന്താണ് ഒരു ഗ്യാരണ്ടി? ഇത് ഉറപ്പുവരുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ ഭാവി തലമുറയെ കണ്ടുകൊണ്ടുകൂടിയാവണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ. അതുകൊണ്ട് നിലവിലിപ്പോഴുള്ള സമസ്തയുടെ നേതാക്കളെ കണ്ട് ആ സമസ്തയ്ക്ക് കീഴിൽ അതിന്റെ ആശയാദർശം അനുസരിച്ച് ജീവിക്കുന്നവരാകണം മഹല്ലിലെ ജനങ്ങൾ മുഴുവൻ, ജനറൽ ബോഡി അംഗങ്ങൾ മുഴുവൻ, ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ, ഉപദേശകന്റെ അംഗങ്ങൾ മുഴുവൻ എല്ലാവരും എന്ന് തീരുമാനിക്കുന്നത് വളരെ ആത്മഹത്യാപരവും കഠിന ദുരന്തങ്ങൾക്ക് നിമിത്തവുമാണ്. ഇത് മാറ്റിയേ തീരൂ. ഇത് മാറ്റണമെന്ന് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ മാറ്റാനുള്ളവരാണോ നിങ്ങൾ എന്ന് ചോദിക്കാം. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷെ പറയാനുള്ള ബാധ്യത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന വിലമാക്കൾക്കുണ്ട്. വിലമാക്കൾ എന്ന് പറയുന്നത് നിരന്തരം ഒരു സംഘടനയിൽ പൊരുന്നവർക്ക് മാത്രം പറയുന്ന പേരല്ലല്ലോ. വിലമാക്കൾ എന്ന നിലക്കുള്ള ധർമ്മം നിങ്ങളുടെ സംഘടനയിൽ മാത്രമുള്ളവർക്ക് പറഞ്ഞതല്ലല്ലോ. ഒരു 40 അംഗങ്ങളല്ലേ ഒരു സമസ്തയുടെ മുഷാവറയിൽ ഉണ്ടാകൂ. സംസ്ഥാനയുടെ മുഷാവറയിലും അത്ര തന്നെ, ദക്ഷിണ കേരള ജമിയത്തിന്റെ മുഷാവറയിലും അത്ര തന്നെ, AP സമസ്തയുടെ മുഷാവറയിലും അത്ര തന്നെ. 40 അംഗങ്ങൾ എന്നതൊരു കണക്കാക്കിയാണല്ലോ നമ്മുടെ പാരമ്പര്യ പോരല് സുന്നികൾക്ക്. അങ്ങനെ വരുമ്പോ ഒരു 160 അംഗ ആലിമീങ്ങളല്ലേ ഈ 4 സംഘടനയുടെ മുഷാവറയിലുള്ളൂ. അതിൽ നിന്ന് ഒരാൾ മരിക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്താലല്ലേ മറ്റൊരാളിന് കടന്നു വരികയുള്ളൂ. കേരളത്തിൽ എത്ര ഉലമാക്കളുണ്ടാകും? ഏതു കാലത്ത് എത്ര ഉലമാക്കളുണ്ടാകും? ഉള്ളവർ തന്നെ എല്ലാവരും യോഗ്യമാകണമെന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ. ഈ കാണുന്ന വിധത്തിലുള്ള കുറഞ്ഞ ഉലമാക്കൾ മാത്രമുള്ള ഒരു സംഘം ആ മുഷാവറയെ കണ്ടുകൊണ്ട് കേരളത്തിലുള്ള സഹസ്രക്കണക്കിന് 10,000-കണക്കിന് മഹല്ലുകളെല്ലാം ഈ സമസ്തയുടെ ആശയാദർശങ്ങൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ. സുന്നത്ത് ജമാഅത്തായി അതംഗീകരിക്കുന്നവർ മാത്രമേ മഹല്ലിലുണ്ടാകാവൂ, ഭരണസമിതിയിലുണ്ടാകാവൂ, നിയമനത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുമാകാവൂ എന്ന് ഭരണഘടനാപരമായി രേഖപ്പെടുത്തി നിയന്ത്രിച്ചാൽ AP-ക്കാരായിട്ട് കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ AP-ക്കാർ എന്ന കൂട്ടരും പറിച്ചു പോകില്ലേ? ഒരു വ്യക്തി AP എന്ന ഒരൊറ്റ വ്യക്തിയോടുള്ള വിരോധത്തിനാണ് ഇങ്ങനെയൊക്കെ എങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ അതിന് പ്രകാരം നീങ്ങുന്ന പാർട്ടിക്കാരോടാണ് ഇങ്ങനെയെങ്കിൽ അവർ ഇതേ രീതിയിൽ തന്നെ എന്നും തുടരുമെന്ന് നിങ്ങൾ ചിന്തിക്കണോ? ശാശ്വതമായി ആരും ഇങ്ങനെ നിൽക്കൂലല്ലോ. പ്രതിപക്ഷവും അപ്പുറവും ഇപ്പുറം ഒക്കെ മാറൂലേ? അപ്പൊ ഭാവി കണ്ടുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. സംഘടനാപരമായി സംഘടന ഉണ്ടായിട്ട് 90 കൊല്ലായല്ലോ.
ഈ അടുത്ത ഒരു 4-5 കൊല്ലത്തിലിടക്കല്ലാതെ ഏറെ വന്നാൽ ഈ ഒരു ദശകത്തിൽ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഈ കൂർപ്പിച്ച സംഘടനാപരമായ വ്യക്തിപരമായ ഒരിക്കലും ശരിയായ സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനം വന്ന ശേഷമല്ലാതെ ഇത്തരം സംഘടനാവൽക്കരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാലും മഹാഭാഗ്യം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ 7 ജില്ലകളിലും ഇവരുടെ ഈ അഹംഭാവവും സംഘടനാവൽക്കരണവും നടക്കില്ല, വിലപ്പോവില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിച്ചു സമുദായത്തെ, കേരളത്തെ. ഒരു പടങ്ങനെ കുത്തെന്ന് പറയുമ്പോൾ ഐക്യ കേരളം മുഴുക്കെ ഞങ്ങളാവും തോന്നിപ്പോകും. KL1 എന്ന് തുടങ്ങിയിട്ട് നമ്മളെ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയതിനെ പണ്ടത്ത് പിന്നെ കുറെ അയക്കണ് 14 എന്ന് പറഞ്ഞാൽ 7 വരെ എറണാകുളം ജില്ല വരേക്കും മഹല്ല് ജമാഅത്ത് എന്ന ജമാഅത്തുമ്മ തൊടാൻ അപ്രദേശത്തുള്ള തദ്ദേശീയരും നാട്ടുകാരും അനുവദിക്കില്ല. വിലമാക്കളെ സംഘടനന്റെ കീഴിൽ നിന്നും പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യാതെ ആദ്യമായിട്ടുകാരൻ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ആ മഹല്ലുകൾ അവിടെ നിൽക്കുന്നു. ഈ സംഘടനാവൽക്കരണം ഇല്ലാതിരിക്കുന്ന കാലത്ത്, പണ്ട് കാലത്ത് രജിസ്റ്റർ ചെയ്ത മഹല്ലുകളും ഇനിയിപ്പോ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ലോ. പുതിയ മഹല്ലുകളാണ് ഇതിന്റെ അലമ്പ് വല്ലാതെ അനുഭവിക്കുന്നത്, ഇതിന്റെ പ്രയാസം വല്ലാതെ അനുഭവിക്കുക. ഇല്ലാത്തത് നിർബന്ധപൂർവം സമ്മർദ്ദം ചെലുത്തി മുഅല്ലിമീങ്ങളിലൂടെ, കാലിമാരിലൂടെ, ഖതീബുമാരിലൂടെ നാടിനെ പിടിച്ചടക്കുന്നു. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നാട്ടിലെ പൊതു മദ്രസകളിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ എല്ലാവരും സമസ്തക്കാരെ ആകാൻ പറ്റൂ, സമസ്തയുടെ ആശയാദർശത്തിൽ പ്രവർത്തിക്കുന്നവരെ ആകാൻ പറ്റൂ, അല്ലാത്തവരാകാൻ പാടില്ല. ഇത് നിയമമാണ്, കർശനമായ നിയമമാക്കുകയാണ്. മദ്രസകൾക്ക് നോക്കി, മദ്രസ വിദ്യാഭ്യാസ ചട്ടങ്ങൾ എന്ന പേരിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ എഴുതുന്നൊരു പുസ്തകമാണിത്. ഇതിൽ പറയുന്നുണ്ട്, MSR ഉള്ളവർ മാത്രമേ മദ്രസാധ്യാപകരായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. മദ്രസാധ്യാപകരാകാൻ യോഗ്യതയും അവർക്കേ ഉള്ളൂ. മാനേജ്മെന്റ് അസോസിയേഷന്റെ രേഖകളിലും അവർ നൽകുന്നതായ നോട്ടീസുകളിലും പ്രത്യേകം പറയുന്നുണ്ട്, മുഴുവൻ അധ്യാപകർക്കും MSR, ഹിസ്ബ് ട്രെയിനിങ് എന്നിവ ഉണ്ടായിരിക്കണം. MSR എന്ന് പറയുന്ന മുഅല്ലിം സർവീസ് രജിസ്റ്റർ ഇല്ലാത്തവരെ മുഅല്ലിമീങ്ങളായി പരിഗണിക്കുകയില്ല. മുഅല്ലിമാകാൻ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി പ്രകാരം നടക്കുന്ന മദ്രസയിൽ MSR ഇല്ലാത്തവർക്ക് യോഗ്യതയില്ല. MSR കിട്ടണമെങ്കിൽ എന്ത് വേണം? സമസ്തക്കാരനാകണം. സമസ്തക്കാരൻ മാത്രമല്ല, മറ്റൊരു സംഘടനന്റെ ഒരു പ്രവർത്തനത്തിലും ഭാഗവാക്കാവുകയില്ല, പ്രവർത്തിക്കുകയില്ല, ഒന്നും ചെയ്യൂല എന്ന് സത്യസാക്ഷ്യപ്പെടുത്തിയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഇത് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ കിട്ടൂല. ആർക്കാ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടത്? നാട്ടിലെ യൂണിറ്റ് SKSSF-ന്. ഇത് പറയുമ്പോ SKSSF മാത്രമല്ല, SMF ഉണ്ട്, SYS ഉണ്ട്, SKSSF ഉണ്ട്. ഇത് മൂന്നും ആകാ. നമ്മൾ കളവാ പറയുന്നതെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഇത് മൂന്നും ആയാ മാറിയോ? ഇത് മൂന്നും സമസ്തന്നല്ലേ? സമസ്തയുടെ കീഴ്ഘടകങ്ങളായ SMF-ഉം SYS-ഉം SKSSF-ഉം ഈ 3 സംഘങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപത്രം കിട്ടണം. ഇയാൾ സമസ്തക്കാരൻ തന്നെയാകുന്നു, മറ്റൊന്നിലും ആകില്ല, പ്രവർത്തിക്കില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒപ്പ് കിട്ടണം. അധിക സ്ഥലത്തും നടക്കുന്നത് SKSSF ആണ്. കാരണം മിക്ക നാട്ടിലും SYS ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് APSYS-ഓ ESYS-ഓ തിരിച്ചറിയാൻ മാർഗമില്ല. അതുകൊണ്ട് ഒരു കാണിക്കുന്ന എല്ലാ ഒപ്പിനും ആളാരാണ്? SKSSF. അതിന്റെ ആളുകൾ തന്നെ പറയും ചടുലമായി പ്രവർത്തിക്കുന്ന സംഘം. ആ ചടുലമായി പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ മുമ്പിൽ എങ്ങനെ എഴുതി കൊടുക്കണം പ്രതിജ്ഞ? SKSSF-ലെ ഒരു യൂണിറ്റിന് എഴുതി കൊടുക്കേണ്ട ഒരു മുഅല്ലിമിന്റെ പ്രതിജ്ഞ എന്താണ്? പേരും ഇനീഷ്യലും വിവരങ്ങളും എഴുതി കഴിഞ്ഞ ശേഷം മേൽ പ്രസ്താവിച്ച ഇന്ന പേരുള്ള എന്ന ഞാൻ ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ AP സമസ്തയിലോ സംസ്ഥാനയിലോ എന്റെ ഒരു നിലക്കുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഴ്ഘടകങ്ങൾക്കും മനസ്സാ വാചാ കർമ്മണ എന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എന്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എന്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ്.
ആർക്കാണ് എഴുതി കൊടുക്കേണ്ടത്? ശാഖാ SSFന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എഴുതി കൊടുക്കണം. അവർ ഇതിൽ പേരെഴുതിയിട്ട് ഒപ്പിടണം. ഒപ്പിടണമെങ്കിൽ എന്താ ഈ വ്യവസ്ഥ പറയുന്നത്? മേൽ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കമ്മിറ്റി ഭാരവാഹികളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ശാഖാ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറർ എന്നിവർക്ക് കമ്മിറ്റിയുടെ സീലും മറ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് മദ്രസ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഒപ്പ് വരെ സീല് വരെ ഇവർ കള്ളമായി കൊണ്ടുവരാം. അതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഈ പറഞ്ഞ പ്രതിജ്ഞ പാലിച്ചെങ്കിൽ മാത്രമേ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സഹകരണവും ഒരു പ്രവർത്തനവും മറ്റേ സംഘത്തിലോ സംസ്ഥാനയിലോ AP സംസ്ഥയിലോ പ്രവർത്തിക്കൂലെന്ന് എഴുതി കൊടുക്കണം. വല്ലതും തെളിഞ്ഞാലോ ഓഫീസിൽ പോയിട്ട് ഇടപെട്ടിട്ട് കട്ടാക്കാൻ SKSSF ചെയ്തോട്ടെ. അപ്പൊ SKSSF ഇവിടെ ആരാ? SKSSF ഇവിടെ ആരാണ്? നിലയെ കൊടുപ്പാനും നിലയെ കളയാനും നായനാവർക്കാനും വാദം കൊടുത്തോവർ. സാക്ഷ്യപത്രം കൊടുത്തിട്ട് ഇയാൾക്ക് MSR കൊടുക്കാനും MSR സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമെന്ന് നിലയ്ക്ക് വന്നയാൾ കട്ടാക്കാനും ആർക്കാ അധികാരം? അതൊക്കെ SKSSFന്റെ പ്രസിഡന്റിന് കൂട്ടിയേക്കും. ഇത് നല്ല വഴിക്കുള്ള പോക്കാണോ സഹോദരങ്ങളെ? SKSSFനെ ഈ വഴിക്ക് നിങ്ങളുടെ കുട്ടി സംഘങ്ങളെ, നിങ്ങളിൽ നിന്നൊരാൾ മരണപ്പെട്ട് തൽസ്ഥാനത്ത് ഒരു പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ തെരഞ്ഞെടുക്കണമെങ്കിൽ വരെ ഗ്രൂപ്പിസവും കുഴപ്പവും വരുന്നത് എന്തുകൊണ്ടാണ്? SKSSനെ പോലുള്ള സംഘടനകൾക്ക് നിങ്ങളുടെ മാതൃസംഘടനയിലുള്ള സ്വാധീനം കൊണ്ടാണ്. ദുസ്വാധീനം എന്നാണ് ഇതിന് പേര്. അച്ചടക്കമല്ല ഇത്. വിദ്യാർത്ഥി സംഘടനകൾ ഒരിക്കലും ഉണ്ടാകരുത് സമസ്തയ്ക്ക് കീഴിലെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർ പറയാൻ കാരണം ഇതുതന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ബഹുയന്തരായ നേതാവ് സമദ് മുസ്ലിയാർ അവർ തന്റെ മാപ്പിളപ്പാട്ടിൽ എത്രയോ എഴുതിയിരിക്കുന്നു. SSF ഉണ്ടാക്കിയിട്ടുള്ള പിത്തനുകളും കശാപ്പുകളും കുഴപ്പങ്ങളും. ആ തരത്തിലുള്ള SSF ഇപ്പൊ അവരുടെ കയ്യിലായപ്പം സമാനമായി SKSS ഒരു SK കൂടി കൂട്ടപ്പെട്ട ഒരു പുതിയ SSF. ഈ രണ്ട് SSFനുമാണ് അമിതാധികാരം കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഇരിക്കട്ടെ, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അങ്ങനെയൊക്കെ കൊടുത്തോളി. അത് നിങ്ങൾ തന്നെ അതിന്റെ ഫലം ഭാവിയിൽ അനുഭവിച്ചും ചെയ്തോളൂ. അത് നിങ്ങളുടെ സംഘടനാക്കാരും ഞങ്ങൾ ഇടപെടേണ്ടതില്ലെങ്കിൽ വേണ്ട. പക്ഷേ മഹല്ല് ജമാഅത്തോ മദ്രസയിൽ മദ്രസ മാനേജ്മെന്റോ നിർത്തിക്കൊണ്ട് ശമ്പളം കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തു പോറ്റുന്നതായ മുഅല്ലിം, അതിന്റെ നിയമനാധികാരം നാട്ടുകാർക്കാണ്. മദ്രസന്റെ നടത്തിപ്പ് നാട്ടുകാരുടേതാണ്. കെട്ടിടം നാട്ടുകാരുടേതാണ്. കെട്ടിടത്തിന്റെ സ്ഥലം നാട്ടുകാരുടേതാണ്. ഇന്നും സമസ്തയിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും സമസ്തയുടെ മദ്രസന്റെ നടപ്പിലേക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഒരു പിരിവും സമസ്തയുടെ അനുവാദമില്ലാതെ മദ്രസയിൽ നടത്താൻ നമ്മുടെ ബോർഡിന്റെ മദ്രസന്റെ അധിപന്മാർക്ക് പോലും പറ്റൂല എന്നാണ് നിയമം ചട്ടം പറയുന്നത്. വല്ലാത്തൊരു കുടുക്ക്. വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്തന്റെയും അനുവാദമില്ലാതെ നാട്ടുകാരുടെ മദ്രസയുടെ ഒരു പ്രവർത്തനത്തിന് പോലും ചില്ലിക്കാശ് പിരിക്കാൻ നാട്ടിലെ മദ്രസ കമ്മിറ്റിക്ക് അധികാരമില്ല, സമ്മതമില്ല. ഓഫീസിൽ എഴുതുന്ന ഗർവ നിയമങ്ങളും ചട്ടങ്ങളും വായിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിങ്ങളിത് കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല. തൊഴിലവകാശത്തിന്റെ പ്രശ്നം ഇവിടെ ഉണ്ടെന്ന്. മുഅല്ലിമീങ്ങൾ എന്നവരെ തൊഴിലിന് നിയമിക്കുന്നവരാരാണ്? അവർക്ക് ശമ്പളം കൊടുക്കുന്നവരാരാണ്? അവരെ നിയമിക്കുന്നവരാരാണ്? ആ നിയമിക്കുന്ന ആളുകൾക്ക് ഇവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം പണം കൊടുത്തിട്ട് വാങ്ങിയിട്ട് അത് പഠിപ്പിക്കാൻ ഒരു അനുവാദം കൊടുത്തു എന്നത് മാത്രമാണ് സമസ്തയ്ക്ക് ഈ മദ്രസകളുമായുള്ള ബന്ധം. അതൊരു ബോർഡ്, വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് പാഠപുസ്തകം മറ്റൊക്കെ അത് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എവിടെയും ചെന്ന് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നില്ല. അതിപ്പം ജനിച്ച കുട്ടികൾ പറയും. ഇപ്പം ജനിച്ച കുട്ടികള് സമസ്തക്ക് ഒരു പഴയ കുനിഞ്ഞൊരു മഹാനുണ്ടായിരുന്നു, നിങ്ങൾക്കറിയുമോ? കായിദേ മില്ലത്തിന്റെ തരത്തിലുള്ള ഒരു തൊപ്പി, ചുവന്ന ഒരു തൊപ്പിയിട്ടിട്ട് കൂനി വളഞ്ഞ ഒരു സാധു മനുഷ്യൻ. മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നാട്ടിലെ സ്വദേശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉദ്യോഗം എന്താണെന്നറിയുമോ? സമസ്ത മുബല്ലിഗ് ACS ബീരാൻ മുസ്ലിയാർ എന്ന് പറയുന്നവരാണ്. കുറച്ചു കാലം ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരും ഈ ഓടി നടത്തിയിരുന്നു. CH ഹൈദ്രോസ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട
ഇവിടെ ദാറുൽ ഹുദല്ലേ, ചെമ്മാട്ട് ദാറുൽ ഹുദയുടെ സ്ഥാപക നേതാവാണ് ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ, സമസ്തയുടെ നേതാവ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ CS ബീരാൻ മുസ്ലിയാർ കുനിഞ്ഞു വയസ്സനായ അദ്ദേഹം വയനാടിന്റെ ഗിരിമേഖലകളിൽ മുഴുവൻ നടന്ന് ഓടി 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 നടന്നുകൊണ്ടാണ് സമസ്തയ്ക്ക് വേണ്ടി നാട്ടുകാരെ പ്രേരിപ്പിച്ചുകൊണ്ട് മദ്രസ അംഗീകരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ നമ്മുടെ നാടിലെ മേഖലകളിലൂടെ ഓടി 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 നടന്ന ആയിരക്കണക്കിന് മദ്രസകൾ ശേഖരിച്ചത്. ഇതൊന്നും അറിയാത്ത മനുഷ്യന്മാർ, ഈ കഥ തിരിയാത്ത മനുഷ്യന്മാർ നാട്ടുകാരിങ്ങോട്ട് ഓഫീസിലേക്ക് ഓടി വന്ന് അപേക്ഷിച്ച് തരികയാണ്. നമ്മൾ അങ്ങോട്ട് പോയി പിടിക്കല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ സമസ്തയുടെ ചരിത്രം അറിയാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പഠിക്കട്ടെ എന്ന് മാത്രമേ വിനീതമായി പറയാൻ പറ്റൂ. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓടി നടന്നുണ്ടാക്കിയ ഈ മദ്രസകൾ പലതും പറഞ്ഞിട്ടാ സമസ്തക്ക് കൊണ്ടുവരുന്നത്. ആ മദ്രസകൾ അധ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു എന്നതിന്റെ പേരിൽ ആ കുട്ടികളിൽ നിന്ന് ക്ഷേമനിധിക്ക് പിരിക്കാം, മറ്റെന്തിനും പിരിക്കാം. ഒരു കൊല്ലം എത്ര പിരിവാ നമ്മുടെ മദ്രസയിലെ കുട്ടികളിൽ നിന്ന് പിരിക്കുന്നതെന്ന് രക്ഷിതാക്കളായ ആളുകളൊന്ന് ഓർത്തു നോക്കൂ. ഒരു കൊല്ലത്തിൽ എത്ര കൊടുത്തിട്ടുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ അടുത്ത നോമ്പ് മുതൽക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എത്ര പിരിവ് വരുന്നത്. ആ പിരിവുകളൊക്കെ കൊടുക്കുന്നത് വിദ്യാഭ്യാസ ബോർഡിന്റെ അറിവിലാണ്. അല്ലാത്ത ഒരു പിരിവും നാട്ടിലെ കമ്മിറ്റിക്ക് നടത്താൻ പറ്റില്ല എന്ന് നിയമങ്ങളും ചട്ടങ്ങളും വെക്കുന്നവർ മുഅല്ലിമുകളാരാകണം, മദ്രസയിലെ പിരിവാര് നടത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. MSR എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുഅല്ലിമീങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ, സമസ്തക്കാർക്ക്. ഇത് മുഅല്ലിമീങ്ങളോട് ചെയ്യുന്ന അനീതിയാണ്, നാട്ടുകാരോട് ചെയ്യുന്ന കനത്ത ധിക്കാരമാണ്. നാട്ടുകാർ നിർത്തുന്നതാണ് മുഅല്ലിം. നാട്ടുകാരോട് അപേക്ഷിച്ചിട്ടാണ് മുഅല്ലിമിന് ജോലി കിട്ടുക. നാട്ടുകാരാണ് ശമ്പളം കൊടുക്കുന്നത്. ഈ മുഅല്ലിമിന് അയാൾ മുഅല്ലിമായിരിക്കാനുള്ള യോഗ്യതയില്ല, മുഅല്ലിം എന്ന നിലക്കുള്ള രേഖയില്ല, മുഅല്ലിം നിലക്കുള്ള അവകാശവുമില്ല. ഇതൊരു മഹാമോശമല്ലേ? മനുഷ്യത്വപരമാണോ ഇത്? മാനവികതയ്ക്ക് നിരക്കുന്നതാണോ ഇത്? നമ്മൾ വളർന്നതായ സാംസ്കാരിക ആ പെരുമയ്ക്ക് യോജിച്ചതാണോ ഇത്? നമ്മൾ ഒരു സാംസ്കാരിക പെരുമ അവകാശപ്പെടുന്നവരല്ലേ കേരളക്കാർ? നോക്കി നിങ്ങൾ, ക്ഷേമനിധി എന്ന് പറയുന്ന പേരിൽ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒന്ന്. ഏതൊരു മദ്രസയിലും ഓരോ കുട്ടിയിൽ നിന്നും ഒരു വർഷത്തിൽ 15 ഉറുപ്പികയോ 20 ഉറുപ്പികയോ സ്റ്റാമ്പ് കൊടുത്ത് പിരിച്ചെടുക്കുന്നതാണ് ക്ഷേമനിധിയിലെ ഫണ്ട്. അതുപോലെ തന്നെ ഒരു മുഅല്ലിമിന്റെ ഒരു ദിവസത്തെ വേതനം നിർബന്ധമായും അവരിൽ നിന്ന് വാങ്ങുന്നതാണത്. നിർബന്ധം എന്ന് ഞാൻ പറയുമ്പോ അതിന്റെ അർത്ഥം ഇല്ലെങ്കിൽ കുറ്റം കിട്ടും ആഖിറത്തുനിന്ന് എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധം എഴുതി വെച്ചിരിക്കുന്നു എന്നല്ല, നടത്തിപ്പ് നിർബന്ധമാണ്. കാരണം മുഅല്ലിമായിരിക്കാനും ക്ഷേമനിധിയിൽ നിന്ന് കിട്ടാനും ഇത് വേണമല്ലോ. ഇതില്ലെങ്കിൽ ഇതിന്റെ പേര് പറയും ഓരോ അപേക്ഷാ ഫോമിലുണ്ട് ക്ഷേമനിധിയിലേക്ക് സംഖ്യടച്ചോ, റേഞ്ച് അംഗമാകണമോ, ക്ഷേമനിധിയിലേക്ക് സംഖ്യടച്ചോ, അവസാനം അടച്ചത് എത്ര, അവസാനം പങ്കെടുത്ത യോഗമേത് എന്ന് പോലും, അവസാനം ഇയാൾ പങ്കെടുത്ത സമസ്തന്റെ യോഗമേതാണ് എന്ന് പോലും എഴുതിയാലേ ആനുകൂല്യങ്ങൾ കൊടുക്കൂ എന്ന് അപേക്ഷാ ഫോമുകളിൽ അച്ചടിച്ചു വെച്ച് പൂരിപ്പിക്കുന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മുഅല്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തുക തന്നെയാണ്. മുഅല്ലിമീങ്ങളെ ആദരിക്കുകയല്ല, മുഅല്ലിമീങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ആൾക്കാരില്ലാത്ത മറുപക്ഷത്തെ ആൾക്കാരെ കുടുക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിപ്പോകുന്നുണ്ട്. അവർ മാത്രമല്ല, അവർ കുടുങ്ങിയാലും അവരും കുടുങ്ങേണ്ടവരല്ലല്ലോ, മനുഷ്യരല്ലേ, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരല്ലേ, മുഅല്ലിമീങ്ങളല്ലേ. അപ്പൊ മുഅല്ലിമീങ്ങൾ എന്ന നിലക്കുള്ള അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ നാട്ടുകാർക്ക് ബാധ്യതയുണ്ടെന്ന് ഉലമാ സംഘടന എന്ന നിലയ്ക്ക് നാട്ടുകാരെ ഈ ബാധ്യത പറഞ്ഞു പഠിപ്പിക്കാനും ബോധീകരിക്കാനും ഒരു ജംഇയ്യത്തുൽ ഉലമ എന്ന നിലയ്ക്ക് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് അർഹതയില്ലേ? അതിനും ഈ ജംഇയ്യത്തുൽ ഉലമക്ക് ധർമ്മമില്ലേ? നിങ്ങൾ മറുപക്ഷത്ത് ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഭൂരിപക്ഷം പള്ളികളുടെ സംഘമെന്ന് കരുതി, ഞങ്ങളുടെ കീഴിൽ മദ്രസകളില്ല, പള്ളികളില്ലെന്ന് കരുതി ജംഇയ്യത്തുൽ ഉലമ എന്ന നിലയ്ക്ക് ഉലമാക്കൾ സംഘടിച്ച ഒരു സംഘത്തിന് നാട്ടിൽ നടക്കുന്ന അനീതികളും അധർമ്മങ്ങൾക്കുമെതിരെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരവകാശവും ധാർമ്മിക ഉത്തരവാദിത്വവും ചുമതലയുമില്ലേ? അതിന്റെ നിർവഹണം മാത്രമാണ് ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റേഞ്ചിലെ അംഗത്വം, റേഞ്ചിൽ കൊടുക്കുന്ന കിറ്റുണ്ട്, റമദാനിന്റെ കിറ്റ്. നമ്മൾ റമദാനിലെ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അരി, റവ,
പഞ്ചസാര, ചായപ്പൊടി പോലുള്ള കൂട്ടിച്ചേർത്തിട്ടുള്ള കിറ്റ് ഇത് കിട്ടണമെങ്കിൽ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ആശയാദർശക്കാരനാകണം, അതിന് അക്ഷീണം പ്രവർത്തിക്കുന്നവനാകണം, മറുസംഘടനയുടെ ഒരു യോഗത്തിനും പങ്കെടുക്കാത്തവനാകണം എന്ന നിർബന്ധം വെച്ചിട്ട് എത്രയെത്ര മുഅല്ലിമീങ്ങളാണോ സ്വന്തം മുഅല്ലിമീങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിലുള്ളവൻ വാങ്ങുമ്പോ ഒരു കിറ്റും കയ്യിൽ കിട്ടാതെ വേദനയോടുകൂടെ കണ്ണീരോടുകൂടെ ഇറങ്ങിപ്പോരുന്ന ആളുകൾ. ഈ മുഅല്ലിമീങ്ങളൊക്കെ അല്ലാഹുവിന്റെ കലാമ് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ, നിസ്കാരം പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ? ഈ കുട്ടികളുടെ മുഴുവൻ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മുഅല്ലിമീങ്ങൾ മദ്ലൂമീങ്ങളും മർദ്ദിതരും എന്ന നിലക്ക്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ എന്ന നിലക്ക് നിങ്ങൾക്ക് വമ്പും അധികാരവുമുണ്ട്, നിങ്ങൾക്ക് പണി കളയാൻ അധികാരമുണ്ട്, നിങ്ങൾ അന്നം മുട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കോ, പക്ഷെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അറശിൽ മുട്ടുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള മനസ്സിന്റെ വേദന ഈ മുഅല്ലിമീങ്ങൾക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല സഹോദരങ്ങളെ, നിങ്ങളുടെ പെരുമ കൊണ്ട് നിയന്ത്രിക്കാനാവില്ല. വല്ല മുഅല്ലിമീങ്ങളും ഇത്തരത്തിലുള്ള ഒരു കിറ്റോ മറ്റോ റമദാനിൽ കിട്ടുന്ന സൗജന്യത്തിന് വേണ്ടിയിട്ട് വളരെ മനസ്സ് കൊതിച്ച ഒരാൾ സഹോദരൻ അപ്പുറത്ത് വാങ്ങുമ്പോ ഞാനിങ്ങനെയായതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ കുരുട്ടുബുദ്ധി കൊണ്ടും ചിലപ്പോൾ നഷ്ടപ്പെടാം. അങ്ങനെ നഷ്ടപ്പെടുന്ന മുഅല്ലിമീങ്ങൾ മനോവേദനയോടുകൂടി അല്ലാഹുവിലേക്ക് കൈയുയർത്തിയാൽ, മനസ്സ് തിരിച്ചാൽ അതിന്റെ ഫലങ്ങൾ പലപ്പോൾ പലതുമായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കണം. അത്തരം പല സംഭവങ്ങളും സമസ്തയുടെ ഈ ഭിന്നിപ്പിന്റെ പിന്നിലില്ലേ? ഉണ്ട്. ഇത് മാത്രമല്ല, മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 1ാം ക്ലാസ്സിൽ ചേരുന്നതോടുകൂടെ തന്നെ ആ വിദ്യാർത്ഥി സമസ്തയുടെ കുട്ടി സംഘടനയിൽ അംഗമാക്കപ്പെടുകയാണ്. കുട്ടിന്റെ രക്ഷിതാവിനോട് ചോദിച്ചിട്ടല്ല, കുട്ടിനോട് ചോദിക്കുന്നതിൽ അർത്ഥവുമില്ല. ഈ കുട്ടിയെ SBV എന്ന സുന്നി ബാലവേദി എന്ന സമസ്തയുടെ ഏറ്റവും ചെറിയ കീഴ്ഘടകം അതിലംഗമാവുകയാണ്. അത് കീഴ്ഘടകമല്ലെന്ന് വാദമുണ്ടോ? തീർച്ചയായും സമസ്തയുടെ അടിത്തറ കീഴ്ഘടകമാണ് SBV എന്ന് അവർ തന്നെ പറയുന്നു. ആ SBVയിൽ അംഗത്വം എങ്ങനെയാണ് ഈ അംഗത്വം നൽകുന്നത്? സമസ്തന്റെ മദ്രസ പരിസരത്തുള്ളതിന് നോമ്പിന്റെ ശേഷം ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ തിരുത്തും. അൽഹംദുലില്ലാ, നന്ന്. ഞങ്ങളോട് പറയൊന്നും വേണ്ട, തിരുത്തേ മതി, സംഭവങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. ഈ ഇപ്പോ ചെയ്യുന്നത് ഒരു കൊല്ലത്തെ പരീക്ഷാ ഫീസ് ഒന്നിച്ചു മേടിക്കുക. ഈ ഒരു കൊല്ലത്തെ പരീക്ഷാ ഫീസ് മേടിച്ചിട്ട് പരീക്ഷാ ഫീസാ മേടിക്കുന്നത്. കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, മുക്കാക്കൊല്ല പരീക്ഷ, ഫുൾക്കൊല്ല പരീക്ഷ, ഇങ്ങനെ എത്രയോ പരീക്ഷ ഉണ്ടാവും. സ്കൂളിൽ എത്ര പരീക്ഷ വരും അത്രയൊക്കെ പരീക്ഷ സാധ്യതയുണ്ടാവും. ആ പരീക്ഷകൾക്കുള്ള ഫീസ് ഒന്നാകെ മേടിച്ചു വെച്ചിട്ട് ഒരു റെസീറ്റിന് വരും. എന്താ റെസീറ്റില്? ഇന്നലെ 1ാം ക്ലാസ് കൊടുത്ത കുട്ടിക്ക് 5 റുപ്യ ആ കുട്ടിയുടെ SBVയിലെ മെമ്പർഷിപ്പ് ഫീസാണ്. അത് എഴുതിയിട്ടുള്ള മെമ്പർഷിപ്പിന്റെ ഫീസിന്റെ റെസീറ്റ്. അത് ആൺകുട്ടിക്ക് മാത്രമല്ല പെൺകുട്ടിക്കും വരും. നമ്മളെ പാത്തുമോനും കുഞ്ഞൈശുനും SBV എന്ന സമസ്ത കേരള സുന്നി ബാലവേദിന്റെ മെമ്പർഷിപ്പ്. സുന്നി ബാലവേദിയുടെ മെമ്പർഷിപ്പ് ചെറിയ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും നിർബന്ധമായിട്ടും സമസ്ത മദ്രസയിൽ നിന്ന് പരീക്ഷാ ഫീസിലൂടെ ഈടാക്കിയ പണത്തിൽ നിന്ന് മെമ്പർഷിപ്പ് നൽകുന്നു. അപ്പം മെമ്പർഷിപ്പ് നൽകിയിട്ട് സംഘടനാ പ്രവർത്തനത്തിന് ഈ കുട്ടികളെ ചെറുപ്പം മുതൽ തളക്കുകയാണ്. എന്നിട്ട് നിർബന്ധമായി SKSSFന് പലതരത്തിലുള്ള പെരുമകൾ നൽകി, ഓഫറുകൾ നൽകി കുട്ടികളെ ആകർഷിച്ചിട്ട് ആ കുട്ടികളെ സ്വന്തമാക്കുകയാണ്. മറ്റാർക്കും ഇവരുടെ ഒരു സേവനവും കിട്ടരുത് എന്ന നിലയ്ക്ക് ബലാത്കാരമായി അവരെ തടഞ്ഞു വെക്കുകയാണ്. ഇതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും സാമുദായിക സംഘടനകൾക്കും സാമൂഹിക സംഘടനകൾക്കും മറ്റു സംഘടനകൾക്കും മഹല്ലിലെ നീർച്ച കമ്മിറ്റികൾക്കും എല്ലാം വലിയ കുറവുണ്ട്. കാരണം കുട്ടിയേക്ക് ചടുലമായി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് വിശ്രമമില്ലാതെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമാന സ്വഭാവമുള്ളതായ സംഘടനകളൊക്കെ കുട്ടികളിട്ടിട്ട് എല്ലാ കാലത്തും പണി കൊടുക്കുന്നത് പോലെ SKSSFന് നിരന്തരം പണിയാണ്. ഇത് കൊടുത്തിട്ടുള്ള സംഘടന നിർബന്ധം SBV മുതൽ പരിശീലിപ്പിച്ചു തുടങ്ങുന്നു. ഈ പറയുന്ന തരത്തിൽ സംഘടനാവൽക്കരണം നമ്മുടെ കുട്ടികളെ തുടങ്ങുന്നു. കുട്ടികൾ പോരാ, കുട്ടികളെ ചേർക്കാൻ ഒരു രക്ഷിതാവ് പോയാൽ എന്റെ കുട്ടിയെ ചേർക്കേണ്ട രക്ഷിതാവ് അവിടെ അപേക്ഷാ ഫോമിൽ ഇന്നുവരെ ഒപ്പിട്ട് കൊടുക്കേണ്ടത് എന്തായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമാണ്. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതിയാണല്ലോ മദ്രസയിൽ. അതൊക്കെ തീരുമാനങ്ങളും ചട്ടങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കാൻ ഞാൻ തയ്യാറാണ്, എന്റെ കുട്ടനെ നിർത്താൻ തയ്യാറാണ്. ഇപ്പൊ അത് പോരാ, ഇപ്പം വിദ്യാഭ്യാസ ബോർഡ് പോരാ. ഈ 5Gയിൽ പറഞ്ഞ സമസ്തല്ലേ ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിക്കും എന്ന് ഉറപ്പ് കൊടുത്ത് സത്യശാസ്ത്രം പർത്ഥം കൊടുത്തിട്ട് അവന്റെ കുട്ടിയെ മദ്രസയിൽ ചേർക്കപ്പെടുകയുള്ളൂ.
അപ്പൊ പൊതുമദ്രസയിൽ നമ്മുടെ കുട്ടിയെ ചേർക്കാൻ ആ കുട്ടിയുടെ രക്ഷിതാവ് സമസ്തക്കാരനാകണം, നിർബന്ധം. സത്യസാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാക്കണം. സത്യസാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാലും, സത്യസാക്ഷ്യപ്പെടുത്തുന്നു ഒപ്പിടാന്ന് പറഞ്ഞാലും ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ അതിന് വലിയൊരു സ്ഥാനാണല്ലോ. അങ്ങനെ നിർബന്ധം തന്നെയാണിത്. ഈ നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്ന ഇടപാട് അങ്ങനെ ആളും അങ്ങനെ ആക്കപ്പെടുകയാണ്. ഇങ്ങനെ നോക്കിയാൽ സംഘടനാവൽക്കരണത്തിന്റെ പാരമ്യത്തിലാണ് ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലമായും അതിന്റെ കീഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും നിലകൊള്ളുന്നത്. മഹല്ലുകളെയും മദ്രസകളെയുമെല്ലാം സമ്പൂർണമായും സംഘടനാവൽക്കരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഈ സംഘടന മറുപക്ഷത്തുള്ള AP വിഭാഗത്തിന് ഒരു നിലക്കുള്ള ഒരാനുകൂല്യവും കിട്ടരുത്, പൂർണ്ണമായും അവരകറ്റപ്പെടണം എന്ന ഉദ്ദേശം കൊണ്ട് മാത്രം തന്നെ. ഈ നിലക്കാണ് നമ്മുടെ കുട്ടികളെ, നമ്മുടെ മുഅല്ലിമീങ്ങളെ, നമ്മുടെ ജനറൽ ബോഡി അംഗങ്ങളെ, മഹല്ലിലെ ഭരണാധികാരികളെ എല്ലാവരെയും സമസ്തക്കാരാക്കി മാറ്റുന്നത്. ഈ വിധത്തിൽ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം, അവരകറ്റുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നത് എവിടെ എത്തും എന്നാലോചിക്കാൻ, വരും തലമുറകളിൽ സമസ്ത എന്താകുമെന്ന് ആലോചിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് കേരള സംസ്ഥാന ജംഇയ്യത്തുലമാക്ക് പറയാനുള്ളത്. ഈ വാസ്തവത്തിൽ ഇത്രത്തോളം നടക്കുന്നത് എന്താണ്? 25 കൊല്ലമായിട്ടുള്ള ഇവരുടെ സംഘടനാ സംസ്കാരത്തിന്റെ ഭാഗമാണിത്. ഇതിൽ രണ്ടു കൂട്ടരും ഭാഗവാക്കാണ്. ഇവർ രണ്ടു കൂട്ടരും 25 കൊല്ലമായി മറുപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുകയും മറുപക്ഷത്തെ വ്യക്തികളെ തേജോവധം ചെയ്യുകയും മറുപക്ഷത്തെ നേതാക്കളെ ഇടിച്ചു താഴ്ത്തുകയും മറുപക്ഷത്തെ സയ്യിദുമാരെ കൊച്ചാക്കുകയും മറുപക്ഷത്തെ സംഘടനാ നേതാക്കളെ അവഹേളിക്കുകയും ചെയ്യുന്ന സംഘടനാ പ്രവർത്തനവും ബോധീകരണവുമല്ലാതെ മറ്റെന്താണ് സംഘടനാ പ്രവർത്തനം എന്ന പേരിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്? നിങ്ങൾക്കറിയില്ലേ, കുറച്ചു വർഷങ്ങളായിട്ട് തെക്കുനിന്ന് വന്ന 1-2 ബാക്കവിമാരുടെ പ്രസംഗം നമ്മുടെ നാട്ടിൽ വലിയ ആവേശമുണ്ടാക്കിയില്ലേ നമ്മളെ മക്കളുടെ മനസ്സിൽ? എന്തുകൊണ്ടായിരുന്നു ഇത്? ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ മുഴുവൻ ഈ വിഴുപ്പലക്കുകളിലായിട്ട്, സംഘടനായോഗങ്ങളായിട്ട് സംഘടനകൾ പരസ്പരം വിഴുപ്പലക്കി, വ്യക്തിവധം നടത്തി, അവഹേളനം നടത്തി, വേണ്ടാത്ത തരത്തിലുള്ള വ്യക്തിവധങ്ങൾ തന്നെ ശുഭലാക്കിയ പ്രസംഗങ്ങളായപ്പോ, യോഗങ്ങളായപ്പോ ഇത് മടുത്ത ജനങ്ങൾക്ക് പൊതുവാഴതിനോട് വല്ലാത്തൊരിമ്പം, അത് കേൾക്കാൻ വല്ലാത്തൊരു കൊതി, അത് കൊതി തീരും വരെ അങ്ങ് ദക്ഷിണ കേരളത്തിൽ നിന്ന് നല്ല ശബ്ദമുള്ള യുവപ്രാസംഗികന്മാർ, പ്രഭാഷകന്മാരോട് വന്നപ്പോ നമ്മളെ കുട്ടികൾ ഇങ്ങോട്ട് ഒഴുകി. അത് സമസ്തക്കാരായിരുന്നില്ല, ദക്ഷിണ കേരളയിൽ നിന്ന് വന്നവർ. ഇപ്പോൾ അവരെയും ഇവിടെ പ്രസംഗമാണോ നാ സമസ്തക്കാരായേ പറ്റുള്ളൂ, സംഘടനയിൽ ചേർന്നേ പറ്റുള്ളൂ നിർബന്ധിച്ചു. അല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല, അല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല. കാരണം എല്ലാവർക്കും അറിയലോ, സംഭവങ്ങൾ വരും പറയലോ, അവരുടെ രീതിയല്ല. ആ വിധത്തിൽ സംഘടനക്കാരാക്കി. അതായത് തങ്ങളുടെ സംഘടനക്കാരല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാനും വഴതു പറയാനും സംസാരിക്കാനും ഒന്നും ആർക്കും അവകാശമില്ല, അനുവദിക്കില്ല എന്ന ഒരു ചിത്താന്തം, ഒരു ദുഷ്കാന്തി, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ദുശാഠ്യം നമ്മുടെ സഹോദരന്മാർ അങ്ങനെ ചെയ്യുന്നു, ഈ സമസ്തക്കാർ ചെയ്യുന്നു. ഇതൊരു വല്ലാത്ത സംസ്കാരമല്ലേ നമ്മുടെ സമൂഹത്തിൽ വന്നുപെട്ടത്? ഇസ്ലാം ദീനിന് നിരക്കുന്നില്ല, മുസ്ലിമീങ്ങൾക്ക് നിരക്കുന്നതല്ല. എല്ലാ നിലയിൽ ചിന്തിച്ചാലും ഇസ്ലാമിനെ മാനിക്കാത്ത, മുസ്ലിമിനെ മാനിക്കാത്ത സംഘടനാ പ്രവർത്തനം ഏതു പാർട്ടിയിൽപ്പെട്ടവരായാലും, സുന്നികൾ എന്ന നിലക്കുള്ള പാർട്ടികൾക്ക് എന്തെല്ലാം ബന്ധങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ബന്ധമില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ബന്ധമില്ലേ? ഷാഫി മദ്ഹബുകാരൻ എന്ന ബന്ധമില്ലേ? അശ്അരി ത്വരീഖത്തുകാരൻ എന്ന ബന്ധമില്ലേ? ഇതെല്ലാം ഉള്ളവരല്ലേ രണ്ടു സമസ്തക്കാരും? ഈ രണ്ടു കൂട്ടം സമസ്തക്കാരും ഒരേ സമസ്തയിൽ പ്രവർത്തിച്ചിരുന്നവർ, സ്ഥാനമാനങ്ങളുടെ പേരിലും സംഘടനയുടെ അജയ്യ സ്ഥാനത്തിന്റെ പേരിലും പിടിച്ചടക്കി ആർക്കാ നിയന്ത്രണം വേണ്ട എന്ന പേരിലും മാത്രം പിരിഞ്ഞവരല്ലേ? അങ്ങനത്തെ ഈ രണ്ടു സംഘടനക്കാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വ്യത്യാസമില്ല, മദ്ഹബിന്റെ അടുത്തിൽ തന്നെ അധികവും വ്യത്യാസമില്ല, എല്ലാ നിലയിലും ഒരുപോലുള്ളവർ. അതൊക്കെ നമ്മൾ പരസ്പരം മാനിക്കേണ്ടേ? എന്റെ ഇസ്ലാം മാത്രം ഇസ്ലാം, മറ്റേ ഇസ്ലാം ഇസ്ലാമല്ല എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചെറുതാണോ നമ്മൾ ഈ പറയുന്നത്? ചെറിയ വിഷയമല്ലല്ലോ. നമ്മൾ പറയുന്ന വിഷയം ചെറിയ വിഷയമല്ല. ഇസ്ലാം എന്ന് പറയുന്നതിന് എത്ര നമ്മൾ മാനിക്കണമെന്നാണ്. ഇസ്ലാമിനെ വല്ലാതെ മാനിക്കണ്ടേ? എന്തെന്ത് ദോഷം ചെയ്താലും തെറ്റു ചെയ്താലും ഹൃദയത്തിന്റെ അകത്ത് പശ്ചാത്താപം തോന്നിയിട്ട്, ഖേദം തോന്നിയിട്ട് റബ്ബേ എന്ന് വിളിച്ച് പടച്ചവനിലേക്ക് തൗബ ചെയ്താൽ
ആ തൗബയുടെ അടിസ്ഥാനത്തിൽ പാപം പൊറുക്കപ്പെടാനുള്ള അവകാശം അല്ലാഹു നൽകുന്നത് ഇസ്ലാം എന്ന മഹത്തായ മനുഷ്യന്റെ അകത്തുള്ള ആ ഗുണവും അയാൾക്ക് അല്ലാഹു കനിഞ്ഞേകിയിട്ടുള്ള പാരമ്പര്യ ഗുണമോ മനസ്സിന്റെ അകത്തതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസമോ അടിസ്ഥാനമാക്കി അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനുള്ള അർഹത ചെറുതാണോ ഇത്? ഈ മഗ്ഫിറത്തിനുള്ള അർഹത അല്ലാഹു തആല നൽകുന്നു. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് മുഅ്മിനീങ്ങളായതുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന കിട്ടുന്നു. മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദിനെ അടിയുറപ്പിച്ചുകൊണ്ട് അറിയുക. അതേത് ആളുകളും അങ്ങനെ അറിയാൻ മറ്റുള്ളവരെ ഉദ്ദേശിച്ച് നബിയോട് നിർദ്ദേശിക്കുകയാണ്. ഇതും നബിയോടുള്ള നേരിട്ട ഉപദേശം, നമുക്ക് പാഠമാകാനുള്ള ഉപദേശമാണ്. പാകപ്പിഴവുകൾക്കും തെറ്റുകൾക്കും വേണ്ടി നബിയെ തങ്ങൾ ദുആ ചെയ്യുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സകല വിശ്വാസികൾക്കും പൊറുക്കലിനെ തേടുക നബിയെ, സകല വിശ്വാസിനികൾക്കും പൊറുക്കലിനെ തേടുക നബിയെ. മുത്തനബിയുടെ ദുആ മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ കിട്ടുന്നു, മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ കിട്ടുന്നു. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ അർഹതയുണ്ട്, മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ അർഹതയുണ്ട്. ഇത് ചെറിയ വിശ്വാസമാണോ? ഇത് ചെറിയ പദവിയാണോ? നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് എന്ന് ദുആ ചെയ്യുമ്പോൾ ക്കാർക്ക് കൊടുക്കല്ല പടച്ചോനെ, ഞങ്ങളെ സംഘടനക്ക് മാത്രം പടച്ചോനെ എന്ന് ഇവർ പറയുമോ? ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെ മനസ്സിൽ വിചാരിക്കുമോ എന്നിവരെ ശങ്കിക്കണം. ഇതാണ് ഇരുപക്ഷത്തിന്റെയും പരസ്പരമുള്ള വൈരം. സകല മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആയിരക്കുന്നവരാ നാം. വല്ലദീന യജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഇതും ഖുതുബയുടെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഇത് അല്ലാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. മുഹാജിരീങ്ങളും സ്വാറിന് ശേഷം വന്ന എല്ലാ മുസ്ലിം തലമുറകളും ആദ്യ തലമുറകൾക്ക് ദുആയിരുന്നുകൊണ്ടേ പോരണം. മുസ്ലിമീങ്ങളായ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങളായ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊണ്ട് ദുആ ചെയ്യണം. ഇതിൽപ്പെടുന്ന മുഅ്മിനീങ്ങളെ, ഇതുകൊണ്ട് തന്നെ പാപങ്ങൾ പൊറുക്കാനിടയുള്ള മുഅ്മിനീങ്ങളെ, അത്തരം മുഅ്മിനീങ്ങളെ നമ്മൾ ഗൗനിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ, ആദരിക്കേണ്ടേ. പരിശുദ്ധ കഅബയേക്കാൾ പരിശുദ്ധമാണ്, പവിത്രമാണ് ഒരു മുഅ്മിനിന്റെ ബഹുമാനം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എത്ര തവണ കേട്ടതാ? ഹുർമത്തുള്ള പവിത്രതയുള്ള മുസ്ലിമിന്റെ ഈമാൻ, ഒരു മുസ്ലിമിന്റെ ഇസ്ലാം. അല്ലാഹു മാതാപിതാക്കളിലൂടെ കനിഞ്ഞേകിയിട്ടുള്ള സഹോദരങ്ങളല്ലേ നിങ്ങൾ രണ്ടു കൂട്ടരായി പിരിഞ്ഞിരിക്കുന്നവർ. പുറമെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹത്തായ ശരിയായ ആശയം, സിറാത്തുൽ മുസ്തഖീമിലെ വിശ്വാസ ആശയങ്ങൾ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ ഈകക്കാരും ഏപ്പിക്കാരും രണ്ട് സുന്നികളും. ഞങ്ങളിരിക്കട്ടെ, നിങ്ങൾ രണ്ടു കൂട്ടരുമാണല്ലോ തമ്മിൽ വലിയ വൈരം. ഞങ്ങളിത് പറഞ്ഞു പോയെങ്കിലേ ഞങ്ങളോട് രോഷമുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധുക്കളാ, ഓനെ കൊണ്ട് അലമ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിണ്ടിയ നമ്മളും തന്നെ അതുപോലെ തന്നെ. ഇപ്പൊ സാധുക്കളല്ല, അപ്പൊ കുറച്ച് കാര്യപ്പെട്ടു തന്നെ ബോധന്നെ ഇപ്പൊ സാധു പോകും. അതുവരെ സ്വാധ് നമ്മളിങ്ങനെ ഓരോ ഒരു ബി ഗ്രൂപ്പായിട്ട് നിന്നു കൊടുക്കണം. ഈ കെ സമസ്തന്റെ ഒരു ബി ഗ്രൂപ്പായിട്ട് സംസ്ഥാനം ഇങ്ങനെ നിന്നു കൊടുത്താൽ നല്ല മധു കിട്ടും, ഉസാറ് കിട്ടും. എന്നാൽ ഈ രേഖത്ത് ഇതിലൊക്കെ ഒപ്പിടണം. ഒപ്പിലൊക്കെ സംസ്ഥാനം ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടും, നല്ല പ്രസംഗത്തിന് ഇങ്ങനെ കിട്ടും. ഇതിന് ഞങ്ങൾ ബി ഗ്രൂപ്പാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും സുന്നികളല്ലേ, ശാഫി മദ്ഹബുകാരല്ലേ? സമസ്ത എന്ന പേരിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും നിലനിൽക്കണമെന്ന് വാശിയുള്ളവരല്ലേ? സമസ്തയ്ക്ക് എന്ത് ദൂഷ്യങ്ങളുണ്ടെങ്കിലും, ആധുനീകരിച്ച സമസ്തയുടെ ദൂഷ്യങ്ങളെല്ലാം ഉണ്ടായാലും ഞങ്ങൾക്ക് രണ്ടു കൂട്ടത്തിനും സമസ്തന്നെ വേണമെന്ന് പറയുന്നവരല്ലേ രണ്ടു കൂട്ടരും? ഇങ്ങനെയുള്ള നിങ്ങൾ രണ്ടു കൂട്ടർ തമ്മിൽ പരസ്പരം മാനിക്കാത്ത ഈ സംസ്കാരം ശരിയാണോ? ഈ അഹമ്മദ് സാഹിബ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ യോഗത്തിന് വരുമ്പോൾ അദ്ദേഹത്തെ കൂട്ടിയ സംസ്കാരമാണ് നിങ്ങളുടെ സംസ്കാരം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റിന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വന്നപ്പോ നുള്ളുകയും പിച്ചുകയും താടി പിടിക്കുകയും ചെയ്ത സംസ്കാരമാണ് നിങ്ങളുടെ സംസ്കാരം.
കൊടുവള്ളിയിലെ ഒരു MLA നിങ്ങളുടെ ജാമിയ നൂരിയയുടെ യോഗത്തിന് പോന്നപ്പോ സ്റ്റേജിൽ ഇടം കൊടുക്കാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ള സംസ്കാരമാണ് നിങ്ങളുടെ സംസ്കാരം. അതിന് ന്യായീകരിച്ചെഴുതിയിട്ടുള്ള സംസ്കാരമാണ് നിങ്ങളുടെ സംസ്കാരം. ഇതൊക്കെ നിങ്ങൾ തമ്മിൽ പുലർത്തിയ ഈ സംസ്കാരം ഇനിയും കാലം വരേക്കും നിലനിൽക്കണമെന്നാണോ ആഗ്രഹിക്കേണ്ടത്? ഇതിന് അറുതി വേണ്ടേ? ഈ അറുതിക്കായി ആരെങ്കിലും ശബ്ദിക്കേണ്ടേ? നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വീണ്ടും അതിന്റെ പേരിൽ തെറിയുണ്ടാകില്ലേ? അപ്പൊ ഒരു മൂന്നാം കക്ഷി എന്ന നിലയ്ക്കെങ്കിലും ഞങ്ങളുടെ സാങ്കത്യം അംഗീകരിക്കരുതോ സഹോദരങ്ങളെ? ഞങ്ങൾ നിങ്ങളുടെ രണ്ടു കൂട്ടത്തിലും പെട്ടവരല്ലല്ലോ. ചിലപ്പോ AP-ക്കാരായിട്ടും പടപൊരുതേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് AP വിഭാഗമല്ലേ സംസ്ഥാനയെ കുറിച്ച് അങ്ങേയറ്റം നിങ്ങളിപ്പോ പറയും പോലെ പറഞ്ഞു നടന്നത്? അന്ന് ഞങ്ങൾ സമസ്തയുടെ പേരിൽ പറയപ്പെടുന്ന ആധുനികമായ ആശയങ്ങളെല്ലാം അവർ പറഞ്ഞു നടന്നപ്പോ അതിന്റെ പേരിൽ പറയേണ്ടി വന്നു. എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളായി വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന ഒരു നിലയിലുള്ള വാദം വന്നപ്പോ, മയ്യത്ത് നമസ്കാരം മുസ്ലിമീങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികാർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന വാദം വന്നപ്പോ, ഫർള് കിഫായ വീടിയതിൽ ശേഷം പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്നാക്കി മാറ്റിയപ്പോ, ഈ തരത്തിലുള്ള വാദങ്ങളൊക്കെ വന്ന സമയത്ത് അതിനെതിരായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാനക്ക്. നിലവിലുള്ള പൊന്നാനിയിൽ നിന്നും തിരൂരങ്ങാടിയിൽ നിന്നും അച്ചടിക്കപ്പെടുന്ന മലബാറിൽ പേരുള്ള മുസഹഫുകൾക്ക് യാതൊരുവിധ ഹുർമത്തുകളുമില്ല. അത് റസ്മുൽ ഹുമാനിയിലുള്ള എഴുത്തല്ല. അതുകൊണ്ട് ആ മുസഹഫുകളൊക്കെയും കരിച്ചു കളയേണ്ടതുണ്ട്, അതിനെ തൊടാൻ വേണ്ട എന്നിങ്ങനെയുള്ള വാദങ്ങൾ വാദിച്ചു നടന്നപ്പോൾ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക്, അവർക്കെതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിന്റെ പേരിൽ സംസ്ഥാനെ ക്രൂശിലേറ്റിയിരുന്നതും സംസ്ഥാനെ ഫിതനക്കാരാക്കിയിരുന്നതും AP-ക്കാരാണ്. അന്ന് നിങ്ങളുടെ B ഗ്രൂപ്പായി ഞങ്ങളെ മനസ്സിലാക്കി. അത് നിങ്ങളുടെ അബദ്ധമാണ്. ആ അബദ്ധമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് ഞങ്ങളോടാണോ അരിശം തീർക്കേണ്ടത്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ അപായങ്ങൾ എവിടെയാണ്, തിരുത്തേണ്ടത് എവിടെയാണ്, വിഷയങ്ങൾ എവിടെയാണ്, പ്രശ്നങ്ങൾ എവിടെയാണ്, അത് പറയും. അതിന് ലേശം ഒച്ച ഉണ്ടാവും എനിക്ക്. ആ ഒച്ചുള്ളത് ഞാൻ ലേശം ഒച്ചിട്ട് എന്ന് വരും. ഓരോരുത്തർക്കും ഒരു അവതരണ രീതിയല്ലേ. എന്റെ ശൈലിയാണ് മാറ്റിയതുണ്ടെങ്കിൽ സമാധാനപരമായി സംസാരിക്കുന്നവർ സംസാരിച്ചോളാം. എന്നാൽ നിങ്ങൾ മാറ്റുമെങ്കിൽ എനിക്ക് തന്നൊരു ശൈലിയിലല്ലേ ഞാൻ സംസാരിക്കുക. എന്നെ പഠിപ്പിക്കപ്പെട്ട ശൈലിയിലാണ് സംസാരിക്കുക. പക്ഷേ 4 പതിറ്റാണ്ടു കാലമായി ഇതിന്റെ വേദികളിലും മറ്റും സംസാരിക്കുന്ന ഈ ഉള്ളവൻ പ്രസംഗങ്ങളിലാവട്ടെ വഴതുകളിലാവട്ടെ ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് തെക്കും വടക്കും ഓടി നടന്ന് കർണാടക സ്റ്റേറ്റിലും ഇവിടെയും എല്ലാം ഓടി നടന്നിട്ടും അപരനെ നിന്ദിക്കുകയോ വ്യക്തിയെ അവഹേളിക്കുകയോ വ്യക്തിനിന്ദ നടത്തുകയോ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗം ഈ ഉള്ളവന്റെ നാട്ടിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് ഒരു കാസറ്റിലും തെളിയിക്കാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. മാനാഭിമാനത്തോടുകൂടെ മാത്രം സംസാരിക്കുന്നത് എന്റെ അഭിനന്ദന്മാർ, ഞങ്ങളുടെ അഭിനന്ദ നേതാക്കന്മാർ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുള്ളൂ. വല്ലപ്പോഴും പല പ്രയോഗങ്ങളും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ചൊല്ലി പ്രത്യേകം പറഞ്ഞിട്ട് അത് പ്രത്യേകം ഉപദേശിച്ചിട്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ലെന്ന നിലക്കുള്ള ഉപദേശങ്ങൾ തന്ന് പഠിപ്പിച്ചവരാണ് അഭിവന്ദരായ ഞങ്ങളുടെ ശൈഖുന താജുൽ ഉലമാ അവർകൾ. ഈ പേരിൽ ഖണ്ഡനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഖണ്ഡനങ്ങൾ എഴുതുമ്പോൾ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയപ്പോ ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ അവർകൾ ഖുർആൻ പരിഭാഷയുടെ പേരിൽ ബഹുമാനപ്പെട്ട ശൈഖുന ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഉള്ളവന് കുറെ ലക്കങ്ങൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. ആ എഴുത്തിൽ എഴുതിയതിനു ശേഷം അദ്ദേഹം രോഗത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായി ചെന്ന് കാണുകയും സന്ദർശിക്കുകയും വ്യക്തിപരമായി വല്ല പരാമർശങ്ങളോ മറ്റെന്തെങ്കിലോ വന്നെങ്കിലോ ലേഖനത്തിൽ വല്ലതും പ്രയാസം സൃഷ്ടിക്കുന്നത് വന്നെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഉള്ളവൻ. ആ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ എന്താ കുട്ടിയെ നിങ്ങളോട് എന്താണ് എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് ആരാണ് വണ്ടൂരിലെ മൂപ്പരുടെ വെറ്റിലപ്പൊടി പിടിക്കാനോ വെറ്റിലപ്പൊതി തൊടാനോ അർഹതയില്ല എനിക്ക്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ എഴുതിയില്ലേ? ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിന് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയല്ലേ എഴുതുന്നത്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തിന് എനിക്ക് അശേഷം ഒരു വിരോധവും എന്റെ മനസ്സിലില്ല എന്ന് ശരിയായ രീതിയിൽ ബഹുമാനപ്പെട്ടവർ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിയിക്കാനുള്ള സൗഭാഗ്യം പോലും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ പൊരുത്തപ്പെടിയിക്കാൻ ബാധ്യതയൊന്നുമില്ല, അത്തരം ഞാൻ എഴുതിയിട്ടുമില്ല. എന്റെ അഭിവന്ദ ശൈഖുന സമ്മതിക്കാത്ത ഒരു വരിയും അതിലുണ്ടായിട്ടുമില്ല. മഹാനുടെ ജീവിതകാലത്തല്ലേ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും ഞങ്ങളുടെ പ്രസംഗത്തിലോ ഞങ്ങളുടെ പരാമർശങ്ങളിലോ വരാറില്ല. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ സംസ്കാരമാണ്. ആ സംസ്കാരങ്ങൾ തിരുത്തിയിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ അന്നം മുട്ടിക്കും. നിങ്ങളെയും കാണിച്ചു തരാ, നിങ്ങൾക്കും ജോലി കിട്ടൂല,
എന്നൊക്കെയാ പറയുന്നതെന്ന് വെച്ചാല് അതൊക്കെ നിങ്ങൾ എന്ത് നിൽക്ക് പറയുന്നതാണാവോ? അള്ളാഹുവിൽ വിശ്വാസമില്ലേ നിങ്ങൾക്ക്? അള്ളാഹുവിൽ വിശ്വാസമില്ലേ? وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് എന്നെ അറിഞ്ഞു വണങ്ങാനും എന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ജിന്നേ ഇൻസേ രണ്ട് വർഗങ്ങളെയും ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എന്നെ അറിയണം, എന്റെ തൗഹീദ് അംഗീകരിക്കണം. എന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വണങ്ങണം. ഇതുമാത്രമല്ലേ ഞാൻ നിങ്ങളിൽ നിന്ന് ലക്ഷ്യമാക്കിയുള്ളൂ. ഇതിനല്ലേ ഞാൻ നിങ്ങളെ പടച്ചത്. നിങ്ങളെ ബാപ്പ ചിന്തിച്ചതല്ലല്ലോ, ഉമ്മ ചിന്തിച്ചതല്ലല്ലോ. നിങ്ങളുടെ രൂപം ഞാൻ തന്നെ തന്ന് പടച്ചതല്ലേ. അതെന്നെ അറിയാനും വണങ്ങാനുമാണെന്ന് ഓർമ്മപ്പെടുത്തിയ റബ്ബ് പറയുന്നത്, നിങ്ങൾ എനിക്ക് ഉപജീവനം തരണം, വിഭവം തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്നെ നിങ്ങൾ തീറ്റിപ്പോറ്റണം. സാധാരണ അടിമകൾ ഉടമകളെ തീറ്റിപ്പോറ്റും പോലെ എന്റെ അടിമകളായി നിങ്ങൾ ഉടമയായ യജമാനനായ എന്നെ തീറ്റിപ്പോറ്റണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പകരം ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളയാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഉപജീവനം തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഭൗതിക വിഭവങ്ങൾ നൽകുന്നവൻ. അവൻ സുശക്തനാണ്, കഴിവുറ്റവനാണ്. അവൻ തരുന്ന റിസ്ക് അവൻ കീറിയ വായയുണ്ടോ? നിശ്ചയിച്ച പരിധി മുഴുവൻ കിട്ടിയിട്ടേ ഒരാൾ മരിക്കുകയുള്ളൂ എന്ന വിശ്വാസമല്ലേ സഹോദരങ്ങളെ നമുക്ക്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ ഹബ്ബത്ത് സുവാ എന്ന രണ്ടുപേർ ഇബ്നു ഖാലിദ് രണ്ട് സ്വഹാബി വര്യന്മാർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നബി തങ്ങൾ ഒരു എടുപ്പിന്റെ നിർമ്മാണത്തിന്റെ പണിയിലാണ്. ഒരു ചെറിയ കല്ലുകൾ വെച്ചിട്ട് പടുക്കുകയാണ്. ഈ പടവിന്റെ പണി നിർവഹിക്കുമ്പോ നബിയെ ആ കാര്യത്തിൽ അവർ സേവിച്ചു. ഇവർ സേവിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സേവിച്ച് തങ്ങളോടുകൂടെ പണിയെടുത്തിട്ട് വിരമിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഅലനാ, ഞങ്ങൾക്ക് വേണ്ടി റസൂലുള്ള ദുആയിരുന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാ തയഅസാ മിനൽ റിസ്ഖി, പടച്ചവനിൽ നിന്ന് വിഭവങ്ങളും ഉജീരവും കിട്ടുന്നതിനെ ചൊല്ലി നിങ്ങൾ നിരാശപ്പെടണ്ട. പടച്ചോൻ നിങ്ങൾക്ക് നിശ്ചയിച്ച ഉജീനവും മന്നവും ഭട്ടവും നിങ്ങൾക്ക് കിട്ടിയേ തീരൂ. മാ തഹസ്ഹസതു റൂസുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും തല കുലുങ്ങുന്ന കാലത്തോളം, നിങ്ങളുടെ തല ചലിക്കുന്ന കാലത്തോളം അല്ലാഹ് അന്നം തരാതിരിക്കുകയില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഫഇന്നൽ ഇൻസാന തരിദുഹു ഉമ്മുഹു അഹ്മർ ലൈസ അലൈഹി തിസ്റാ. ഒരു മനുഷ്യനെ ഉമ്മ പ്രസവിക്കുമ്പോ ചോര പൈതലല്ലേ, ശരീരത്തിന്റെ തോലിന് പോലും ബലമില്ലല്ലോ, ശരിക്കുള്ള തൊലി പോലുമില്ലല്ലോ. എന്നിട്ട് ആ ചോര പൈതലായ ഉമ്മ പെറ്റ കുട്ടിയെ നിങ്ങൾക്ക് തൊലി വെച്ച് വണ്ണം വെച്ച് നിങ്ങളെ പോറ്റി വളർത്തി നടത്തി വലുതാക്കിയിട്ട് അള്ളയല്ലേ അവന് കൊടുക്കുന്നതും അന്നം നൽകിയതും വജീനം നൽകിയതും. അങ്ങനെയുള്ള അള്ളാഹുവിനെ പറ്റി, അവന്റെ റിസ്കിനെ പറ്റി നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും. വയറുവെച്ച അള്ളാഹ്, അത് തിന്നാൻ വേണ്ടി തൊള്ളയേറിയിട്ടുള്ള അള്ളാഹ്, ഈ തൊള്ളയുണ്ടോ? അതിലേക്ക് ഉരുള ഉരുട്ടാനുള്ള കയ്യിന്റെ ചലനമുണ്ടോ? അതിന് ആഹാരം തരുന്ന കാര്യം അള്ളാഹ് ഏറ്റിരിക്കുന്നു. വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் തന്റെ രാജകൊട്ടാരം വിട്ടുകൊണ്ടിറങ്ങിപ്പോകാനിടയാക്കിയ അനേകം സംഭവങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം, താൻ തന്റെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ പത്തിരികളും മാംസങ്ങളും തിന്നാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്റെ പിഞ്ഞാണത്തിൽ നിന്നും പ്ലേറ്റിൽ നിന്നും അതാ ഒരു കാക്ക വന്നിട്ട് പത്തിരി കുത്തുന്നു. കുത്തിയിട്ട് കാക്ക ഒരു ദിക്കിലേക്ക് പറക്കുകയാണ്. രണ്ടാമത്തെ ദിവസം തിന്നാനിരിക്കുമ്പോ അന്നും വരുന്നു കാക്ക കൊത്തി പത്തിരി കൊണ്ടുപോകുന്നു. 7 ദിവസം ഇത് തുടരുന്നു. ഒരേ ദിക്കിലേക്ക് കാക്ക പറക്കുന്നു. ആ പറക്കുന്ന കാക്ക ആ ദിക്കിലേക്ക് തന്നെ പോയപ്പോ പിന്നാലെ ഇതൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് താൻ വാഹനം പ്രത്യേകം തയ്യാർ ചെയ്ത് തന്നെ കൊണ്ട് ഒട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനം പുറത്ത് കയറിയിട്ട് ഈ പറവ പറ്റി പറന്ന കാക്ക പറന്ന ദിക്ക് ലക്ഷ്യമാക്കി പോയപ്പോ ഒരു മലയുടെ മൂർധന്യത്തിലെത്തിയപ്പോ കാക്കനെ കാണാനില്ല. കാക്ക പ്രത്യക്ഷമായി. 7 ദിവസം തന്റെ പത്തിരി നിന്ന് പോയ കാക്ക
അതാ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ഞെരക്കം മുളക്കം. ആ മുളക്കം നോക്കുമ്പോ തലയും കയ്യും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എങ്ങനെ കിടക്കുകയാണ്, ജീവനുണ്ട്, സന്തോഷവാനാണ്. പക്ഷേ കൈകാലുകൾ അനക്കാൻ വയ്യ, തലയനക്കാൻ വയ്യ, കാല് ചലിപ്പിക്കാൻ വയ്യ. ഇദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എന്താണ് ഈ കിടത്തമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാണ്, വ്യാപാരിയാണ്, സ്വർണ്ണങ്ങളും വെള്ളികളുമായി ഞാൻ കൊണ്ടുവരികയാണ് കച്ചവട ചരക്കുകളും ലാഭങ്ങളും. വഴിയിൽ വെച്ച് കൊള്ളക്കാരനെ പിടിച്ചു. എന്റെ കവർച്ച ചെയ്ത മുതലുകളെല്ലാം മുതലുകൾ കവർച്ച ചെയ്തിട്ട് പിന്നാലെ കൂടാതിരിക്കാനും പിടികൂടപ്പെടാതിരിക്കാനും കയ്യും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയിട്ട് എന്നെ ഇവിടെ കിടന്ന് അവൻ ചാവട്ടെ എന്നും പറഞ്ഞിട്ട് അവരിട്ട് പോയതാണ്. പക്ഷേ അത്ഭുതം, 7 ദിവസമായി ഞാനിതാ കിടക്കുന്നു. ഞാൻ കിടക്കുന്ന ഈ കിടപ്പിൽ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു ഒരു കാക്ക. ആ കാക്ക അതിന്റെ കൊക്കുകൊണ്ട് കൊത്തിയിട്ട് കഷ്ടമാക്കിയിട്ട് എനിക്ക് സ്വാദിഷ്ടമായ രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന പത്തിരി തന്നെ കഷ്ടിച്ച് എന്റെ തൊള്ളയിലിട്ട് തരുന്നു. ഞാനതെങ്ങനെ ആഹരിക്കുന്നു. 7 ദിവസമായി എനിക്ക് ഈ കാക്ക പത്തിരി തന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എന്നെ പടച്ച റബ്ബ് എനിക്ക് നൽകുന്ന വജീനം, എന്നെ പടച്ച റബ്ബ് എനിക്ക് ഒരുക്കിയ വജീനം, എന്നെ പടച്ച റബ്ബ് എനിക്ക് സമ്മാനിച്ച വജീനം. അൽഹംദുലില്ലാഹ്. ഇത് കണ്ടുകൊണ്ടാ മഹാനായ ഇബ്രാഹിം അദ്ദേഹം കൊട്ടാരത്തിൽ ഞാൻ തിന്ന ഈ പത്തിരിയാണല്ലോ ഇവിടെ കെട്ടിയിടപ്പെട്ട ഈ മൃതപ്രായനായ മനുഷ്യന് അള്ളാഹു നൽകുന്നതെന്ന് ചിന്തിച്ചിട്ട് ഞാനിനി എന്തിനീ കൊട്ടാരത്തിലിരിക്കണം, എനിക്കെന്തിനീ പരിവാരം, എനിക്ക് തിന്നാനെന്തിനീ സുഖകൊട്ടാരം, എനിക്ക് അള്ള ഭക്ഷണം ഏകിയത് കിട്ടുമല്ലോ എന്ന് കരുതി ഒരുങ്ങിയതാ ഈ ദുന്യാവ് വിട്ട് ദുന്യാവിന്റെ എല്ലാ ആഡംബരങ്ങളും വിട്ട് സുഖിലായി. كما قال رؤوس الزاهدين ابن أدهم. മഹാനായ റസൂലുള്ളാഹിദീൻ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ കഥയായത്. ഇത് വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, ഇതോർമ്മയുള്ള പണ്ഡിതന്മാരെ, ഇതോർക്കുന്ന മുഅല്ലിമീങ്ങളെ, ഇത് പഠിച്ചിട്ടുള്ള മുഅല്ലിമീങ്ങളുടെ ഈമാനിനെ പരീക്ഷിക്കാൻ നിങ്ങളൊരു സമസ്തക്കാരനും തുനിയണ്ട. അള്ള വായ കീറിയത് അള്ള തരുന്ന റിസ്ക് തിന്നാനാ, അള്ള പള്ള വെച്ചത് ആ റിസ്ക് ഇറങ്ങാനാ. അത് സമസ്തക്കാരൻ മുട്ടിച്ചാൽ അതിന്റെ അപ്പുറമുള്ളവൻ അത് തന്നുകൊണ്ടിരിക്കും. രാജാതിരാജനായ റബ്ബ് തന്നുകൊണ്ടിരിക്കും. ഇത്തരം ഭീഷണികളൊന്നും വിശ്വാസമുള്ളവർക്ക് നേർക്ക് പറയേണ്ടതല്ല, മുഅല്ലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും നേർക്ക് പറയേണ്ടതല്ല. മാനം മര്യാദക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ, സൗഹാർദ്ദപരമായി സംഘടനാ സഹവർത്തിത്വം പാലിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ 2 സംഘടനകളും 2 സംഘടനകളായി നിന്നോ. ഞങ്ങളൊരു 3-ാം കക്ഷിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ സുന്നികളായി നിന്നോട്ടെ. 4 സംഘടനകളും ഒന്നിച്ച് ഐക്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അചിന്യമാണ്, വളരെ പ്രയാസമാണ്. സമസ്ത വിചാരിച്ചാൽ പ്രയാസമൊട്ടില്ലതാണ്. ഈ മേധാവികൾ വിചാരിച്ചാൽ പ്രയാസമില്ല. എല്ലാരും അന്നം മുട്ടിക്കാൻ കഴിവുള്ളവരല്ലേ, അപ്പൊ എല്ലാരും നന്നാക്കാൻ ഒരു കഴിവുണ്ടല്ലോ. സമസ്ത വിചാരിച്ചില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. പക്ഷേ ഇവ സംഘടനാ സൗഹാർദ്ദം പുലർത്തണം, മാനം മര്യാദ പുലർത്തണം. നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, ഈ ഭൂമിന്റെ മുകളിലൊന്ന് ഓർക്കണം. നമ്മൾ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാരുടെ സംഘടനയാണ് എന്ന് ലോകം ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കണം. ആ നിലയ്ക്ക് ഈ 2 വിഭാഗവും ഇവർ 25 വർഷമായി തുടർന്നു വരുന്ന ഈ കീരിയും പാമ്പും ചക്കുളത്തിൽ പോരും എന്ന നിരക്കുള്ള പോര് അവസാനിപ്പിച്ചിട്ട് വളരെ നല്ല നിലയിലുള്ള സൗഹാർദ്ദത്തോടുകൂടെ ഇസ്ലാമിനെയും മുസ്ലിമിനെയും സുന്നിയെയും എല്ലാം ചിന്തിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നമ്മളെപ്പോലുള്ള ഇസ്ലാമിന്റെ ആളുകൾ നാളെ സ്വർഗ്ഗം പോകേണ്ടവരാണ്, അള്ള മഗ്ഫിറത്ത് നൽകേണ്ടവരാണ്, റസൂലുള്ള പ്രാർത്ഥിക്കേണ്ടവരാണെന്ന് ചിന്തിക്കേണ്ടവരായില്ലെങ്കിൽ ഞങ്ങൾക്കല്ല നഷ്ടം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ നിന്നിങ്ങനെ കേറും അമല്. ഈ അമലുകൾ കേറുമ്പോ അല്ലാഹു തആല മുശ്രിക്കല്ലാത്ത ഏത് കാഫിറല്ലാത്ത മനുഷ്യനിക്കും പാപമോചനമുണ്ടെങ്കിൽ പൊറുക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ കേറുമ്പോ. പക്ഷേ ഖൽബിന്റെ അകത്തൊരു മുസ്ലിമായ മനുഷ്യനോട് പോര് സൂക്ഷിക്കുന്നയാൾക്ക്, ദേഷ്യം സൂക്ഷിക്കുന്നയാൾക്ക്, പക സൂക്ഷിക്കുന്നയാൾക്ക് ഒരിക്കലും ഈ പാപമോചനം കിട്ടുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പൂരുകാരായ വ്യക്തികളെ ഇവർ 2 പേരവിടെ നിൽക്കട്ടെ, ഓലൊന്ന് നന്നായി വരട്ടെ, അതുവരെ അവർക്ക് മഗ്ഫിറത്ത് രേഖപ്പെടുത്തരുതേ എന്ന് അല്ലാഹു ആവർത്തിച്ച് മലക്കുകളോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാ.
15-ാം രാവ്, ശഅബാന്റെ 15-ാം രാവിന് അല്ലാഹു തആല പ്രത്യേകം ഓഹരി ചെയ്തിട്ട് എല്ലാവർക്കും പൊറുക്കും. വമ്പിച്ച പൊറുക്കല്. ആ പൊറുക്കൽ ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിൻ, കാഫിറായ അവിശ്വാസിക്ക് അല്ലാഹു പൊറുക്കൂല. ഖൽബിൽ മുസ്ലിമിനോട് പോര് വെച്ചവർക്കും പൊറുക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വെക്കുന്ന സംഘടനക്കാരെ, ഈ പോരിലൂടെ മാത്രം ജീവിക്കുന്ന സംഘടനക്കാരെ, ആ പോര് അരുതെന്ന് പറഞ്ഞാൽ അവരോടും പോര് വെക്കുന്നവരെ, നിങ്ങളുടെ പോരിന് എന്നാണ് ഒരു അന്ത്യം വരിക? ആ പോര് തീർന്നില്ലെങ്കിൽ അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടാതാകുന്നത് നിങ്ങൾക്കാവും. ഞങ്ങൾക്ക് റിസ്കേ കിട്ടാതാവുള്ളൂ. റിസ്ക് കിട്ടാൻ ഞാൻ മരിക്കുകയുള്ളൂ. മരിച്ചതിന്റെ ശേഷം മഗ്ഫിറത്തെങ്കിലും കിട്ടണം. അല്ലാഹുവേ, നീ അത് ഞങ്ങൾക്ക് നൽകണമേ. ഈ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകണമേ. ഹിദായത്തും സൽബുദ്ധിയും നൂറും നൽകണമേ. വെളിച്ചം നൽകണമേ. ഈ സമുദായത്തിൽ നൽകിയ ഈ ഇസ്ലാമും ഈമാനും പരസ്പരം മാനിക്കാറുള്ള തൗഫീഖും ഹിദായത്തും നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയത്തിന്റെ അവതരണം ഇവിടെ നടത്തി തൽക്കാലം അവർ വിരമിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.